എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഏതാണ്ടൊരു 8 വർഷത്തിന് മുന്നേ ഇവിടെ ഞാനൊരു പ്രസൻറ്റേഷൻ നടത്തിയിട്ടുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ ജോലി ചെയ്യുന്ന സമയത്ത് അന്ന് കുറച്ചുകൂടെയൊക്കെ ഈ സെറ്റപ്പ് അല്ലാരും തോന്നുന്നത്. ബോർഡൊക്കെ വെച്ച് മറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് ഓക്കെ. എന്നാൽ ഇവിടെ ഞാൻ വന്നിട്ടുണ്ട്. ആദ്യമായി എനിക്കിങ്ങനെ ഒരു അവസരം തന്ന തിരുവനന്തപുരത്തെ എസൻസ് ഗ്ലോബലിന് നന്ദി അറിയിക്കുന്നു. ഞാനിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പൊതുവിൽ ഒരു വലിയ പ്രശ്നമല്ല എന്ന് കരുതി നമ്മൾ തള്ളുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ആ പ്രസന്റേഷന്റെ പേര് തന്നെ കേട്ടിട്ടുണ്ടാവും. മതപ്രീണനം മഹാർബുദം എന്നാണ്. സാധാരണ ഇതിൽ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഈ വർഗീയതയെ ആണ് നമ്മൾ എതിർക്കുന്നത്. ഇന്ന പാർട്ടികളൊക്കെ വർഗീയ പാർട്ടികളാണ്. പിന്നെ മതപ്രീണനം എന്ന് പറയുന്നത് ഒരു ചെറിയ ഡോസ് കുറഞ്ഞ ഒരു കുറ്റമാണ്, കമ്മ്യൂണൽ അപ്പീസ്മെന്റ്. പക്ഷെ ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ, നിലവിലുള്ള സാഹചര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ, ഈ വർഗീയതയേക്കാൾ വലിയ പ്രശ്നം കമ്മ്യൂണൽ അപ്പീസ്മെന്റ് ആണ് എന്നുള്ളതാണ് ഞാൻ ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും പലർക്കും, പക്ഷെ അതങ്ങനെ ആരും പറയാറില്ല. അതുകൊണ്ട് ഞാനത് പറയുന്നു. കാരണം വർഗീയതയുടെ ഒരു ഏറ്റവും വലിയ റിസൾട്ടായിട്ട് നമ്മൾ കാണുന്നത് കമ്മ്യൂണൽ റൈറ്റ്സ് ആണ്. അതാണ് എൻ്റെ സ്വാഭാവികമായിട്ട് ഏറ്റവും നമ്മൾ അപകടകരമായിട്ട് വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കമ്മ്യൂണൽ പോളറൈസേഷൻ. ഈ കമ്മ്യൂണൽ അപ്പീസ്മെന്റ് ഇത് രണ്ടും ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, ഇതിനേക്കാൾ ഏറെ ഡേഞ്ചേഴ്സ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വാദം ഇന്നത്തെ പ്രസന്റേഷൻ. അല്ല, ആദ്യത്തെ പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് കമ്മ്യൂണലിസം? കമ്മ്യൂണലിസം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സോഷ്യൽ ഡിവിഷൻ ആൻഡ് പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ്. ഇറ്റ് യൂഷ്വലി ഇംപ്ലൈസ് അലീജിയൻസ് ടു ഓൺ എത്നിക് ഓർ റിലീജിയസ് ഗ്രൂപ്പ്. നിങ്ങൾ ഏതെങ്കിലും ഒരു മതത്തോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിനോടോ അമിതമായ വിധേയത്വവും ഒരു സ്ലേവിഷ് അടിമത്വവും കാണിക്കുമ്പോൾ നിങ്ങൾ വർഗീയവാദിയാണ്, കമ്മ്യൂണലാണ് എന്ന് പറയും. ഇതൊരു ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് മോഡലിൽ നിന്നാണ് ഈ കമ്മ്യൂണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് മോശം വാക്ക്. ഞാൻ അമേരിക്കയിൽ പോയി കമ്മ്യൂണലിസം എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് അത് നല്ലതല്ലേ എന്നാണ് അവർ ചോദിച്ചത്. അവരെ സംബന്ധിച്ച് കമ്മ്യൂണലിസം എന്ന് പറയുന്നത്, അവർ പരിചയപ്പെട്ട കമ്മ്യൂണലിസം എന്ന് പറയുന്നത്, ഇപ്പൊ ഈ മുറേ ബുക്ചിൻ എന്ന് പറയുന്ന ഒരു മാർക്സിസ്റ്റ് സോഷ്യലിസ്റ്റ് ചിന്തകൻ, അമേരിക്കക്കാരനാണ്. നിങ്ങൾ ഈ SUCI-ക്കാരെ കണ്ടിട്ടാണോ? സൂചി എന്ന് നിങ്ങൾ പറയും. അവരെ ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഒരേ ആശയവും ചിന്തയും ഒരേ വേവ് ലെങ്തും ഉള്ള ആളുകൾ ഒരുമിച്ച് ജീവിക്കുകയും പരസ്പരം. ഈ കമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പാരീസ് കമ്മ്യൂണിന്റെ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ, സ്വയം പര്യാപ്തമായ എക്കണോമിക്കലി, ഇന്റലക്ച്വലി, ഇമോഷണലി ഒരുമിച്ച് പോകുന്ന ഗ്രൂപ്പുകളുടെ ഇതാണല്ലോ കമ്മ്യൂണിസം. അത് തന്നെയാണ് ഇവർ കമ്മ്യൂണലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്മ്യൂണിറ്റി ലിവിങ് എന്നുള്ളതാണ്. ഇതൊരു മാർക്സിസ്റ്റ് സോഷ്യലിസ്റ്റ് ആശയമാണിത്, അക്കോർഡിംഗ് ടു മുറേ ബുക്ചിൻ. പക്ഷെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമ്മൾ കമ്മ്യൂണലിസം എന്ന് പറയുന്നത് അതല്ല. ഇത് ഒരു ഗ്രൂപ്പിനോടോ അല്ലെങ്കിൽ ഒരു മതത്തോടോ ഒക്കെയുള്ള അമിതമായ വിധേയത്വവും അതിനുവേണ്ടി നിലകൊള്ളുകയും മറ്റ് ഗ്രൂപ്പുകളെ തിരസ്കരിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവമാണ്. അത് രാഷ്ട്രീയത്തിൽ അപകടകരമാണ്, വ്യക്തി ജീവിതത്തിൽ അപകടകരമാണ്. നിങ്ങളുടെ പെർസെപ്ഷൻസിനെ വല്ലാതെ ചുരുക്കുന്ന ഒന്നാണ്. സോ ഇതാണ് കമ്മ്യൂണലിസം. നമ്മൾ ഇന്ത്യൻ കമ്മ്യൂണലിസത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്ന ഒരു മുദ്രാവാക്യം, നിങ്ങൾ വർഗീയത തുലയട്ടെ. വർഗീയത തുലയട്ടെ എന്ന് പറയുമ്പോൾ ഇത് വായിക്കുന്നത് നിങ്ങൾക്ക് ആർക്കും തന്നെ തോന്നുന്നില്ല ഇത് എന്നെ ഉദ്ദേശിച്ചുള്ളതാണെന്ന് തോന്നുന്നില്ല. ഇതെടുത്ത് ഒരു ചന്തയിൽ വെച്ചാലും ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. വർഗീയത തുലയട്ടെ, നമ്മളെ ഉദ്ദേശിച്ചല്ല. സോ ദിസ് ഈസ് ആക്ച്വലി എ വിക്ടിംലെസ്, ടാർഗറ്റ്ലെസ്, പോയിന്റ്ലെസ് slogan. Nobody is offended and nobody is affected. വർഗീയത തുലി, കാരണം ഇതിനാരും ടേക്കേഴ്സ് ഇല്ല. നമ്മുടെ സമകാലിക രാഷ്ട്രീയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പരസ്പരം വിളിക്കുന്നത് വർഗീയവാദി എന്നാണ്. വർഗീയ കോമരമാണ് നീ. തിരിച്ച് അവർ വിളിക്കുന്നത് എന്താണ്? ഇത് തന്നെയാണ്. എല്ലാവരും അവകാശപ്പെടുന്നത് എന്താണ്? ഐ എം എ സെക്യുലർ പേഴ്സൺ. ആളുകളും റിലീജിയസ് ഒന്നും ആരും അവകാശപ്പെടില്ല. അതൊരു അപകടമാണ്, അതൊരു പൊളിറ്റിക്കൽ അപകടമായതുകൊണ്ട് അത് ആരും. പക്ഷെ ഐ എം സെക്യുലർ, ഐ എം ബ്ലഡി സെക്യുലർ എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് അബ്യൂസ്? ഡിഫോൾട്ട് അബ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണൽ. അയാൾ വളരെ കമ്മ്യൂണലാണ്, വർഗീയവാദിയാണ്. നമ്മൾ ഈ ചർച്ചകളൊക്കെ, TV ചർച്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതാണ്. നിങ്ങളുടെ കണക്ക് വർഗീയവാദി ഒരാളോട് എനിക്ക് സംസാരിക്കാൻ തന്നെ മടിയാണ് എന്നൊരാളിരുന്ന് പറയും. മറ്റേയാൾ തിരിച്ചു പറയുന്നതും ഏതാണ്ട് അത് തന്നെ ആയിരിക്കും. അപ്പം
ഈ ഒരു സാധനം പക്ഷേ ആരും എടുക്കാനില്ലാത്ത അനാഥമായൊരു കുഞ്ഞാണ് ഈ സാധനം. പക്ഷെ എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ്, കേരളത്തിലല്ല ഇന്ത്യയിലെ ഏറ്റവും അൾട്ടിമേറ്റ് പൊളിറ്റിക്കൽ ഇൻസൾട്ട് എന്ന് പറയുന്നത് കമ്മ്യൂണൽ എന്നാണ്. പക്ഷേ ഞാൻ ഈ അടുത്തിടെ ഫേസ്ബുക്കിൽ കണ്ട ഒരു കമന്റ് ആണ് ഈ ഒരു പ്രസന്റേഷൻ ഇങ്ങനെ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. അതിൽ ഒരാൾ എഴുതിയിരിക്കുകയാണ്, നീ ഒരു കപട മതേതരവാദിയാണല്ലോ. പുള്ളിയുടെ മറുപടിയാണ്, കപട മതേതരവാദി എന്ന് വിളിച്ചതിൽ അഭിമാനിക്കുന്നു. എന്തായാലും വർഗീയവാദി അല്ലല്ലോ, കപട മതേതരവാദിയല്ലേ. അപ്പോ ഇച്ചിരി കപടം ഉണ്ട്, ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്, നല്ല സാമ്പാർ തന്നെ അല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഒരു കാര്യം കപടമായാൽ എങ്ങനെയാണ് അതാകുന്നത്, അങ്ങനെ ചോദ്യമുണ്ട്. ഇപ്പൊ വൈദ്യത്തിലൊക്കെ പറയാറുണ്ട്, കപട വൈദ്യം എന്ന് പറയുന്നതും കപടമാണെങ്കിലും വൈദ്യമല്ലേ എന്ന് നമ്മൾ പറയാറുണ്ടോ? പക്ഷേ എന്നാലും വർഗീയവാദി അല്ലല്ലോ. അപ്പൊ വർഗീയവാദി എന്ന് പറഞ്ഞാൽ ആകെ തൊലഞ്ഞത് ഒരു സാധനവും, കപടമായാൽ പോലും മതേതരവാദി. ഇത് സ്വയം സെൽഫ് ഇൻഫ്ലേഷൻസ് ആണ്, അല്ലാതെ ആരെങ്കിലും കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് അല്ല ഞാൻ പറയുന്നത്. ഇതിനകത്ത് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ആദ്യം വന്ന ഓർമ്മ വന്നത് നമ്മുടെ തിളക്കം എന്ന് പറയുന്ന സിനിമയില്, ഞാൻ പഴയ സിനിമകളൊക്കെ കണ്ടിട്ടുള്ളൂ, പുതിയതൊക്കെ കാണുന്നത്. തിളക്കം എന്നുള്ള സിനിമ എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന, ഓരോ കാര്യം വരുമ്പോഴും ഓർമ്മ വരുന്ന ഓരോരോ സിനിമകളിലൊക്കെ ഓരോ രംഗങ്ങളാണ്. കൊച്ചിനനീഫ് പറയുന്നുണ്ട്, എടാ കൃഷ്ണൻകുടി നിനക്കൊരു പാൻ്റ് അടിക്കാൻ എത്രയാന്ന് പറഞ്ഞു. അതേ പറഞ്ഞു 150 രൂപയാവും. ഓ എനിക്ക് അത്രയൊന്നുമില്ല, ഞാൻ ഒരു 50 രൂപ കൊടുത്തു. അതേ പറഞ്ഞു 50 രൂപയ്ക്ക് പറ്റത്തില്ല, ട്രൗസർ വേണേ അടിക്കാന്ന് പറയും. എന്നാൽ ട്രൗസർ മതിയെന്ന്. അന്നേരം അളവെടുത്തു തുടങ്ങും. അടുത്തു തുടങ്ങുമ്പോൾ ആദ്യം ഈ തൈ കാൽമുട്ട് വരെ എടുക്കും. ഞാൻ പറയാം കുറച്ചുകൂടെ താന്നോട്ടെ, ഇച്ചിരൂടെ താന്നോട്ടെ, ആ ചെരുപ്പ് വരെ നീളമുള്ള അവർ ചോദിക്കും, അത് ട്രൗസർ ആയി, ഐ മീൻ പാൻസ് ആയില്ലേ എന്ന് ചോദിക്കും. ചെരുപ്പ് വരെ നീളമുള്ള ഒരു ട്രൗസർ. ഇതാണ് പലരും ഈ കപട മതേതരത്വം എന്നുള്ളത് കൊണ്ടൊക്കെ ഉദ്ദേശിക്കും. എന്നാലും അവർ അവോയ്ഡ് ചെയ്യുന്ന എന്താണ്? വർഗീയതയാണ്. പക്ഷെ അന്നേരം അവിടെ നിൽക്കുന്ന ആളുകൾ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും ചെരുപ്പ് വരെ നീളമുള്ള ട്രൗസർ മതി എന്ന് അവിടെ നിൽക്കുന്ന ആളുകൾ പറയും. അതെനിക്കിത് കേട്ടപ്പോൾ തോന്നിയ ഇതാണ്. ഈ കമ്മ്യൂണൽ അപ്യൂസ്മെന്റിന്റെ ഫസ്റ്റ് സൈൻ, അലാം ബെൽസ് ഇതാണ്, ഇറ്റ്സ് നോട്ട് ന്യൂട്രൽ ആസ് പീപ്പിൾ. കമ്മ്യൂണൽ അപ്യൂസ്മെന്റുകാർ പറയുന്നത് എന്താണ്? സർവ്വമത സമഭാവന, ഞങ്ങൾ എല്ലാ മതത്തോടും ഒരേപോലെയാണ്, ഞങ്ങൾ എല്ലാ മതങ്ങളെയും പ്രീണിപ്പിക്കാറുണ്ട്, എല്ലാ മതങ്ങളും ചക്കരയാണ്, അവയുടെ എന്താണ് പറയുക ഉന്നതമായ മൂല്യങ്ങളെ, അടിത്തട്ട് മൂല്യങ്ങളെ ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്, അതിൽ നന്മയില്ലേ, അതില്ലേ. അപ്പോ നമ്മൾ വിചാരിക്കും, ഓ ഇവരൊരു പാൻ ആണല്ലോ, എല്ലാവരെയും സൂചിപ്പിക്കുന്ന ആളുകളാണ്, ഒരു ന്യൂട്രൽ കഥയില്ലാത്ത ആളുകളാണ്. പക്ഷെ അതല്ല, എല്ലാവരെയും ഒന്നും സൂചിപ്പിക്കാറില്ല. ദേ ആർ നോട്ട് ന്യൂട്രൽ. ഞാനിവിടെ 2 കാര്യങ്ങൾ ഓരോരോ ചെറിയ ചെറിയ എക്സാമ്പിൾ ആയിട്ട് ഇങ്ങനെ പോവാണ്. സമയമില്ല, നിങ്ങളിങ്ങനെ 1:30 മുതൽ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പോരാട്ടം ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. നിങ്ങൾ മോർ ടയേർഡ്, എനിക്ക് അത്രയും ഒരു ടയർഡ്നെസ് ഇല്ല. എം എഫ് ഹുസൈന്റെ ചിത്രങ്ങൾ, അദ്ദേഹം സരസ്വതിയെ നഗ്നയായി ചിത്രീകരിച്ച ഒരുപാട് പണ്ടേ ചിത്രീകരിച്ചാണ്. അതിന്റെ ബഹളം ഉണ്ടായതിനു ശേഷമാണ്, ചില പടക്കങ്ങൾ പോലെയാണ്, അടുത്ത വർഷമായിരിക്കും പൊട്ടുന്നത് എന്നൊക്കെ പറയുന്നത് പോലെ. നമ്മളന്ന് പറയുന്നു, ഇന്നും പറയുന്നു, എന്നും പറയുന്നു, അദ്ദേഹത്തിന് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. സരസ്വതിക്കും ഇന്ത്യൻ ഈ ദൈവങ്ങൾക്കും എല്ലാം തുണിയൊക്കെ ഉണ്ടായതെന്നാണ്. തുണി കൊടുക്കാനായിട്ട്, വരച്ചു ചേർക്കാനായിട്ട് ചിത്രകാരന്മാരുണ്ടായപ്പോഴാണ് നമ്മുടെ ദേവന്മാർക്കും ദേവതകൾക്കും വസ്ത്രങ്ങൾ ഉണ്ടായത് എന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എക്സ് ഓർ വൈ സെഡ് അദ്ദേഹത്തിന് ചെയ്യാനും അത് ആഘോഷിക്കാനും വിൽക്കാനും വിതരണം ചെയ്യാനായിട്ടുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥ മതേതരവാദം. തസ്ലിമ നസ്റിന് ലജ്ജ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതാനുള്ള അവകാശം. ഇത് രണ്ടും തുല്യമാണ്. ഈ 2 അവകാശങ്ങളും തുല്യമാണ്, സമാനമാണ്. പക്ഷെ നമ്മൾ ഈ പറയുന്ന മതേതര സർക്കിളില്, അല്ലെന്നുണ്ടെങ്കിൽ മതപ്രീണന സർക്കിളില് ഇങ്ങനെയാണോ ഇവിടെ കാണുന്നത്? തസ്ലിമ നസ്രീൻ ഓടിയൊരു ഓട്ടമുണ്ട്. ആദ്യം അവർ ഓടിയത് ബംഗ്ലാദേശിൽ നിന്നാണ്, കൽക്കട്ട വന്നു, അവിടെ നിന്ന് ഓടി. എന്നിട്ട് അവൾ സ്വീഡനിൽ പോയി. ഇപ്പൊ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല, അത് ഞാൻ ലേറ്റസ്റ്റ് ചെക്ക് ചെയ്തിട്ടില്ല. ബട്ട് ഷീ ഈസ് എ പേഴ്സണ നോൺ ഗ്രാറ്റ, ഓർ ഷീ ഈസ് നോട്ട് ആക്ച്വലി അക്സെപ്റ്റബിൾ ടു എനിവൺ, എസ്പെഷ്യലി നമ്മുടെ ഇന്റലിജൻഷ്യക്കോ നമ്മുടെ കൾച്ചറൽ സെന്റേഴ്സിലോ പുരോഗമനവാദികൾക്കോ മതേതരവാദികൾക്കോ ഒന്നും സ്വീകാര്യമല്ല. എം എഫ് ഹുസൈൻ ഇപ്പോഴും സ്വീകാര്യനാണ്. അപ്പോൾ അതിനകത്ത് എന്തോ പ്രശ്നം.
ഇവർ രണ്ടുപേരും ദേ ബിലോങ് ടു ദ സെയിം കമ്മ്യൂണിറ്റി. അപ്പൊ പിന്നെ എന്താ പ്രശ്നം? വാട്ട് ഡിഫറൻഷിയേറ്റ് ദീസ് ടു പീപ്പിൾ ഓർ ദ ട്രീറ്റ്മെന്റ് ടുവേർഡ്സ് ദീസ് പീപ്പിൾ? So I always use this term massaging, communal massaging. That means മസാജേഴ്സ് ഉണ്ടല്ലോ ഇങ്ങനെ, അതിന് വെച്ചാൽ എണ്ണ ഇല്ലാതെ മസാജ് ചെയ്യുന്നവരുണ്ട്. ഒരു ഇച്ചിരി ക്രൂരരായിരിക്കും, പക്ഷെ മിക്കവാറും ആളുകൾ കുറച്ച് എണ്ണ കിൻഡൽ കണക്കിന് എണ്ണയിട്ടാണ് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അവർ പ്രധാനമായിട്ട് ഈ മതങ്ങളെയാണ്, മത താല്പര്യങ്ങളെ ആയിരിക്കും മസാജ് ചെയ്യുന്നത്. ഇവര് നോർമലി എന്തിനാ അത് ചെയ്യുന്നതെന്നറിയോ? ദേ ഓഫ്റ്റൻ അണ്ടർ ദ ഗെയ്സ് ഓഫ് ഹാർമണി, സെക്കുലറിസം ഓർ ബാലൻസ്. സമൂഹത്തിൽ സമാധാനം നിലനിർത്താനായിട്ടാണ് ഞങ്ങൾ മതങ്ങളെ, അവരുടെ സെന്റിമെന്റ്സ് ഒന്നും വയലേറ്റ് ആയി കഴിഞ്ഞാൽ അവർ വല്ലാതെ കോപിക്കും, എടുത്ത് ചാടും, ഭയങ്കര പ്രശ്നമായിരിക്കും, കൈ വെട്ടും, കഴുത്തു വെട്ടും. അതുകൊണ്ട് ഒരു ഹാർമണി വേണം, സെക്കുലറിസം നിലനിർത്തണം. ഇതാണ് സെക്കുലറിസം അവരുടെ. അതൊരു ബാലൻസ് വേണം. ഇതൊക്കെയാണ്. ഇതല്ലാതെ നോർമലി they pander excessively to the religious groups for votes, views, legitimacy or moral cover with no sincere commitment to justice, secularism or reform. പരിഷ്കരണത്തോടോ മതേതരത്വത്തോടോ അല്ലെങ്കിൽ നീതിയോടോ ഒന്നും യാതൊരു പ്രതിബദ്ധത ഉണ്ടായിട്ടല്ല. Just they think that religion is strong, it's very potent, and it is violent, and it is very sensitive. നമ്മൾ ഈ കാണിക്കുന്ന സെൻസിറ്റിവിറ്റി എപ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. അമ്മയോട് കാണിക്കുന്ന സെൻസിറ്റിവിറ്റി നമ്മൾ അച്ഛനോട് കാണിക്കില്ല, അച്ഛനോട് കാണിക്കുന്നത് അങ്കിളിനോട് കാണിക്കില്ല, അങ്കിളിനോട് കാണിക്കുന്നത് ടീച്ചറോട് കാണിക്കില്ല, ടീച്ചറോട് കാണിക്കുന്നത് പുറത്തും കാണിക്കില്ല. നമ്മുടെ സെൻസിറ്റിവിറ്റി എപ്പോഴും പരുവപ്പെടുന്നത് അതിൻ്റെ ഓഡിയൻസിൻ്റെ പ്രതികരണ ശേഷി. മതം എന്തുകൊണ്ടാണ് ഈ ഓവർ സെൻസിറ്റീവ് ആവുന്നത്? ചെറുതായിട്ടും തൊട്ട് കഴിഞ്ഞാൽ പൊട്ടുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിക്കും. ഈ മതപ്രീണനവാദികൾ മതം എന്ന് പറയുന്നത് ഒരുപാട് ദൂരെ അകന്ന് നിൽക്കേണ്ടുന്ന ഒരു സ്ഫോടക വസ്തു പോലെ ആക്കി തീർത്തിട്ടുണ്ട്. അവർ പ്രതികരിക്കില്ല. ആരെങ്കിലും പ്രതികരിച്ചാൽ പ്രതികരിക്കുന്നവരുടെ മേളിൽ അവർ ചാടി വീഴും. നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. എന്താണ് മതപ്രീണനത്തിന്റെ ഒരു പ്രശ്നം? നമ്പർ 1 പ്രശ്നം ഇതാണ്. എല്ലാ മതങ്ങളിലും സ്വാഭാവികമായിട്ട് കുറെ പരിഷ്കരണങ്ങളൊക്കെ നടക്കാറുണ്ട്, കുറെ പുരോഗതി ഉണ്ടാകാറുണ്ട്, മത നിയമങ്ങൾ മാറാറുണ്ട്, സ്വാഭാവികമായിട്ട് മാറുന്നു. അതുപോലും ഇവർ തടയും. ഇവരെല്ലാം ഒരു സ്റ്റേറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് ഇവർ താല്പര്യപ്പെടുന്നത്. എങ്ങനെയാണോ അങ്ങനെ ഇരുന്നോട്ടെ, മാറാൻ സമ്മതിക്കില്ല. മതം മാറാൻ ആഗ്രഹിച്ചാലും ഇവർ എന്ന് പറയും പറ്റില്ല. ഇപ്പോ മുത്തലാഖ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ, മുസ്ലിം രാജ്യങ്ങളിൽ വരെ നിരോധിക്കപ്പെട്ട ഒരു കാര്യം ഇന്ത്യയിൽ വളരെ വൈകി നിരോധിക്കാൻ വരുമ്പോഴും സോക്കോൾഡ് മതപ്രീണനവാദികൾ, സോക്കോൾഡ് കപട എന്തോ അവരെ പറയുന്ന മതേതരവാദികൾ, ഇവർ പറയുന്നത് അത് പറ്റില്ല. അടുത്ത് പാകിസ്ഥാനിന് പോലും എടുത്തു കളഞ്ഞ സാധനം എന്തുകൊണ്ട് ഇന്ത്യയിൽ മാറ്റിക്കൂടാ? അത് പറ്റില്ല. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? അതുപോലെ തന്നെ ഏകീകൃത സിവിൽ കോഡിന്റെ കാര്യം വരികയാണ്. സ്ത്രീക്ക് പുരുഷന്റെ തുല്യമായിട്ടുള്ള സ്വത്തവകാശവും പൈതൃക അവകാശമൊക്കെ വരുന്ന ഒരു സംഗതിയാണ്. അവർ അതിനെതിരെ നിൽക്കുകയാണ്. അവർ ന്യൂട്രലായിട്ട് പോലും നിൽക്കുന്നില്ല, അവരെതിരെ നിൽക്കുകയാണ്. അപ്പൊ അവരെന്ത് ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടുള്ള റിഫോംസിനെ വരെ തടയുന്നു, സ്വാഭാവികമായിട്ടുള്ള പ്രോഗ്രസിനെ വരെ തടയുന്നു എന്നുള്ളത്. അതിന്റെ കാരണം ഇവർ പറയുന്നത് ഇറ്റ്സ് ഒരു ബ്ലാക്ക് മെയിൽ ഉണ്ട്. മതത്തിന്റെ ഒരു അൾട്ടിമേറ്റ് ബ്ലാക്ക് മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ അക്രമം, വയലൻസ് ആണ് കേട്ടോ, അടിമുടി വയലൻസ് ആണ്. ഓരോ രാഷ്ട്രീയ പാർട്ടികളെ എല്ലാം തെരുവ് കത്തിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ തകർക്കുക, ഞങ്ങൾ പിടിച്ചാൽ നിൽക്കില്ല. എന്തിനാ നിങ്ങൾക്ക് എന്ത് പ്രശ്നം കൊണ്ടാണ്? ഈ മദ്യപാനിയുടെയൊക്കെ പറയുന്നുണ്ട്, നീ എന്നെ ആ രീതിയിലാണ് മതം സംസാരിക്കുന്നത്. ബ്ലാക്ക് മെയിൽ ആണ്, സൊസൈറ്റൽ ബ്ലാക്ക് മെയിൽ തന്നെയാണ് നടക്കുന്നത്. അതിനെ ആദരിക്കണമെന്നാണ് മതപ്രീണനവാദികൾ പറഞ്ഞത്. ആ ബ്ലാക്ക് മെയിലിനെ നമ്മൾ ആദരിച്ചുകൊണ്ട് നിൽക്കണം. ബിക്കോസ് ദ ക്രിറ്റിസിസം ഓഫ് ദാറ്റ് വിൽ ലീഡ് ടു സോഷ്യൽ റൂയിൻ. അതിനെ നമ്മൾ വിമർശിക്കാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും. ഇവിടെ ഒരു വാർത്ത നിങ്ങൾ കാണുന്നു, ഡെയിലി മെയിൽ വന്നാണ്. കനേഡിയൻ സ്കൂൾ ക്യാൻസൽസ് ഈവൻ വിത്ത് ഐസിസ് സർവൈവർ നദിയ മുറാദ് ബിക്കോസ് her harrowing description of torture and rape would be offensive to Muslims and foster Islamophobia. ഒരു കനേഡിയൻ സ്കൂളിൽ നദിയ മുറാദ് എന്ന് പറയുന്ന ഐസിസ് വിക്ടിം, അവരെ അറിയാമല്ലോ, അവരെ കഥ നിങ്ങൾക്ക് അറിയാം. ഒരു ഞാൻ നദിയ എന്ന് പറയുന്ന ഒരു നോവൽ തന്നെ, ഒരു ആത്മകഥാത്മകമുള്ള പുസ്തകം തന്നെ DC ബുക്സ് ഒക്കെ ഇറക്കി. നദിയ എന്ന് പറയുന്നൊരു പരിപാടി നമുക്ക് എസൻസ് ഗ്ലോബൽ മൂവാറ്റുപുഴ സംഘടിപ്പിക്കാറുണ്ട്. അവരെ അനുഭവിച്ച അവരോടുള്ള ഒരു ഐക്യദാർഢ്യം എന്ന നിലയിലാണ് നദിയ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചന്ദ്രശേഖർ രമേശിനൊക്കെ അറിയാം.
ഈ നദിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇവന്റ് ഒരു സ്കൂളിൽ, കനേഡിയൻ സ്കൂളിൽ സംഘടിപ്പിച്ചു. അവസാന നിമിഷം ഈ ഒരു ഇവന്റിൽ നിന്ന് അവർ പിന്മാറി. എന്താണെന്നറിയോ? നദിയ ഐസിസുമായി ബന്ധപ്പെട്ട ആ റേപ്പ് ഉള്ള ക്രൂരതകളുടെ ഒരു വലിയൊരു എന്താ പറയുന്ന ഒരു ശൃംഖല തന്നെയാണ്. അതൊക്കെ വന്ന് അവിടെ പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഇസ്ലാമോഫോബിയ പിടിപെടും. നദിയയ്ക്ക് ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, സംഭവിച്ചതാണ്. ഐസിസ് ആണ്. ഐസിസ് വാസ് നോ റിലേഷൻ വിത്ത് ഇസ്ലാം, അല്ലെ? ഇൻവേർട്ടഡ് കോമ. പക്ഷേ ഐസിസ് അങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന ജനങ്ങൾക്കിടയിൽ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു സാങ്കല്പിക രോഗം പിടിപെടും എന്ന് പറഞ്ഞുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യുന്നു. ആരായി ക്യാൻസൽ ചെയ്യുന്നത്? ആ സ്കൂളാണ്. സ്കൂൾ എന്ന് പറയുമ്പോൾ അവിടെയുള്ള ഒരു പ്രൊഫഷണൽ മാനേജ്മെന്റ് ആണ്. എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു സോക്കോൾഡ് ജനാധിപത്യ സെക്കുലർ സമൂഹമാണ്. ദിസ് ഈസ് വാട്ട് കൈൻഡ് ഓഫ് അപ്പീസ്മെന്റ്? ഐസിസ് അമേരിക്കൻ സൃഷ്ടിയാണെന്നാണ് പൊതുവിൽ പറയുക. ഫേസ്ബുക്കിൽ നമ്മൾ പറയും. ഐസിസിന്റെ ഒരു ഇര വന്നതിന്റെ കഥ പറയാം. നീ കഥ പറയണ്ട. നമ്മൾ സാധാരണ ഇതിൽ ഈ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ വിക്റ്റിമുണ്ട്, ലൈംഗിക അതിക്രമങ്ങളുടെ വിക്റ്റിമായിട്ടുള്ള ആളുകൾ. അവർ നിങ്ങളുടെ ഒരു കാര്യം പറയുകയും നിങ്ങളത് കേൾക്കുകയും നിങ്ങൾ അതിനെ പ്രതികരിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ് അവർ വേറെ ഒരു പോലീസ് സ്റ്റേഷൻ പോയി കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളി വരും. എന്താണ്? നിങ്ങളോട് പറഞ്ഞിട്ട് എന്തുകൊണ്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല? അല്ലേ? ഇവിടെയാണ് എത്ര പേരാൽ റേപ്പ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി, മതം പിച്ചു ചീന്തിയ ഒരു പെൺകുട്ടി, അവളുടെ കഥ പറയുമ്പോൾ അത് കേൾക്കാൻ പോലും തയ്യാറല്ല എന്ന രീതിയിൽ. ഇതിനെ പ്രീണനം എന്നാണോ പറയണമെന്ന് എനിക്കറിയില്ല. ദിസ് എ കൈൻഡ് ഓഫ് ടെററിസം, അപ്പീസ്മെന്റ്. ആൻഡ് ദീസ് പീപ്പിൾ ദേ ഓൾ ഇൻസിസ്റ്റിംഗ് ദ സ്റ്റാറ്റസ് കോ ഈസ് ഐഡിയൽ. എങ്ങനെയാണോ ഇരിക്കുന്നത് അങ്ങനെ ഇരുന്നോട്ടെ. അപ്പൊ നമ്മുടെ NH ഇടിഞ്ഞു വീഴുകയാണ്. ഞാൻ ഇങ്ങോട്ട് വരികയായിരുന്നു. അന്നേരം ഞാൻ ചോദിച്ചു, ഇതാണോ ഈ ഇടിഞ്ഞു വീഴുന്ന NH? ഇങ്ങനെ ഞാൻ ചിന്തിക്കുകയായിരുന്നു. അപ്പൊ ഒരു ഇതെന്ന് വെച്ചാൽ അത് അങ്ങനെ ഇരുന്നോട്ടെ. ചിലർ പറയും ഇതെല്ലാം മാറ്റി പണിയുക. അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറയുമ്പോൾ ഉള്ള അപകടം ഒന്ന് ആലോചിച്ചു. ഇവര് റിലീജിയന്റെ ഒരു എക്സ്റ്റെൻഡഡ് ബ്ലാക്ക് മെയിലിംഗിന്റെ ഒരു എക്സ്റ്റെൻഡഡ് ആംസ് ആവും. ഒരു രീതിയിലും അങ്ങോട്ട് ചെല്ലാതിരിക്കും. അപ്പോൾ എത്ര റിഗ്രസീവ് ആണ് ഇവിടുത്തെ മതപ്രീണനവാദികൾ. ഇവിടെ LDF, UDF, മറ്റേ NDF, NDA, UPA ഇവരെല്ലാം ഞങ്ങൾ ഇച്ചിരി മതപ്രീണനമൊക്കെ നടത്താറുണ്ട്, അതൊക്കെ വേണം എന്ന് പറയാറുണ്ട്. ബട്ട് എന്റെ വാദം ത്രൂ ഔട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ദേ ആർ മോർ ഡേഞ്ചറസ് ദാൻ കമ്മ്യൂണൽ പീപ്പിൾ ഓർ കമ്മ്യൂണൽ. കാരണം കമ്മ്യൂണൽ ആയിട്ടുള്ള ആളുകൾ മതത്തിൽ സ്വതവേ ഉണ്ടാകുന്ന പരിഷ്കരണങ്ങൾക്ക് എതിരെ നിൽക്കാറില്ല. അങ്ങനെ അതാണ് സത്യം. അതുകൊണ്ടാണ് മതം കമ്മ്യൂണലിസം എന്നും ഉണ്ടായിട്ടുണ്ട്. മതങ്ങളെല്ലാം സ്വാഭാവികമായിട്ട് പരിഷ്കരിക്കപ്പെട്ടു വരും. ഫോട്ടോ എടുക്കരുതെന്ന് പറയുന്നവരിപ്പോൾ ഫോട്ടോ എടുത്ത് ഇതിലിടുന്നു, വീഡിയോ ഇടുന്നു. കല്യാണത്തിന് വീഡിയോ എടുത്തവരെ അടിച്ച കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും അല്ല, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വേറൊരു ക്യാൻസലേഷൻ. ഈ മതപ്രീണനവാദികൾ നടത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ക്യാൻസൽ പീപ്പിൾ. സെയിനർ ആയിട്ടുള്ള ആളുകളെ അവർ ക്യാൻസൽ ചെയ്ത് കളയാണ്. റിച്ചർഡ് ഡോക്കിൻസിന്റെ ഒരു അനുഭവമാണ്. 2017 ഒരു അനുഭവമാണ്. ഇത് CNN റിപ്പോർട്ട് ചെയ്തതാണ്. സ്റ്റേഷൻ ക്യാൻസൽസ് ഈവൻ വിത്ത് ഫേമസ് ഏത്തീസ്റ്റ് സൈറ്റിംഗ് അബ്യൂസീവ് സ്പീച്ച് ഓൺ ഇസ്ലാം. ഇസ്ലാമിന്റെ മേൽ അബ്യൂസീവ് സ്പീച്ച് നടത്തിക്കൊണ്ട് ഒരു സ്റ്റേഷൻ, റേഡിയോ സ്റ്റേഷൻ, അദ്ദേഹത്തിന്റെ ഒരു ബുക്കിന്റെ ഇതായിരുന്നു, പ്രസന്റേഷൻ ആയിരുന്നു. എല്ലാം സെറ്റ് ചെയ്തിരുന്നതാണ്. ടിക്കറ്റുകളെല്ലാം സോൾഡ് ആസ് എ പാർട്ട് ഓഫ് ദ ഫണ്ട് റൈസർ. പക്ഷെ അവസാനം ക്യാൻസൽ ചെയ്തു. കാരണം എന്താണ്? അബ്യൂസീവ് സ്പീച്ച് നടത്തി. അപ്പോ ഡോക്കൻസിന്റെ മറുപടി ഇതായിരുന്നു: ഇഫ് യു ഹാഡ് കൺസൾട്ടഡ് മീ, എന്നെ കണ്ടിരുന്നെങ്കിൽ, ഓർ ഇഫ് യു ഹാഡ് ഡൺ ഈവൻ റൂഡിമെന്ററി ഫാക്ട് ചെക്കിംഗ്, അടിസ്ഥാനപരമായിട്ടുള്ള ഫാക്ട് ചെക്കിംഗിൽ നടത്തിയിരുന്നെങ്കിൽ, യു വുഡ് ഹാവ് കൺക്ലൂഡഡ് ദാറ്റ് ഐ ഹാവ് നെവർ യൂസ്ഡ് അബ്യൂസീവ് സ്പീച്ച് അഗൈൻസ്റ്റ് ഇസ്ലാം. ഞാൻ ഒരിക്കലും ഇസ്ലാമിനെതിരെ ആഭാസകരമായി സംസാരിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും. നിങ്ങൾ അതുപോലും ചെയ്തില്ല. പറഞ്ഞത് ഐ ഓൺലി ക്രിട്ടിസൈസ് ഇസ്ലാമിസം. ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയറിനെ, ആ ഒരു ഐഡിയോളജിയാണ് ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുക. അല്ലാതെ പക്ഷെ ഇവരെങ്ങനെയാണ് ഇത് എത്തിക്കുന്നത് നോക്കുക. ഫാർ ഫ്രം അറ്റാക്കിംഗ് മുസ്ലിംസ്, ഞാൻ മുസ്ലിംസിനെ അല്ല അറ്റാക്ക് ചെയ്തത്. ഐ അണ്ടർസ്റ്റാൻഡ് ആസ് പെർഹാപ്സ് യു ഡു നോട്ട് ദാറ്റ് മുസ്ലിംസ് ദംസെൽസ് ആർ ദ പ്രൈം വിക്ടിംസ് ഓഫ് ഒപ്രസീവ് ക്രൂവൽറ്റീസ് ഓഫ് ഇസ്ലാമിസം. ഇസ്ലാമിന്റെ ഇരകളാണ് മുസ്ലിങ്ങൾ. അവരാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്.
ഞാൻ ആ സോഫ്റ്റ്വെയറിനെയാണ്, ആ ഐഡിയോളജിയാണ് കുറ്റപ്പെടുത്തിയത്, വിമർശിച്ചത്. അത് നിങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു കുറ്റമാക്കി മാറ്റുന്നത് നിങ്ങളുടെ കൈൻഡ് ഓഫ് ടെററിസം ഒപ്പം. ഇതാണ് ഇവിടുത്തെ എല്ലാ പ്രീഡനവാദികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഐഡിയയെ തൊടാൻ സമ്മതിക്കില്ല. Actually, it absorbs religion of blame, insisting that it should be unilaterally praised. മതത്തെ പ്രകീർത്തിക്കാൻ മാത്രമേ പാടുള്ളൂ. യൂണിലാറ്ററൽ പ്രൈസിങ്, അല്ലാതെ വേറൊരു ഓപ്ഷനും ഇല്ല. ഇതിനിടയ്ക്ക് തന്നെ ഞാൻ മുമ്പേ പറഞ്ഞു ഇറ്റ്സ് നോട്ട് ന്യൂട്രൽ എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയാൻ വന്നൊരു കാര്യം, ഞാൻ എം എഫ് ഹുസൈൻ്റെയും തസ്ലിമ നസ്റിന്റെയും കാര്യം പറഞ്ഞു. ഞാൻ അതൊന്നുകൂടെ ഡബിൾ ഡൗൺ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇത് ഷാർലി ഹെബ്ദോ ഇതായിരുന്നു. ഷാർലി ഹെബ്ദോയിൽ ഇവിടെ പലരും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിലയുണ്ട്, അത് ആവിഷ്കാര നമുക്ക് എപ്പോഴും ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് അതിനു വേണ്ടി നിലകൊള്ളുന്നവർ എപ്പോഴും അവർ അത് ഒന്ന് മാറ്റി നോക്കുക. അകത്ത് എന്താണ് എന്നാൽ ആവിഷ്കാര സ്വാതന്ത്ര്യം നോക്കുമ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ അയ്യോ ആവിഷ്കാര സ്വാതന്ത്ര്യം വേറെ മറ്റേ പ്രശ്നം അതാണ്. ഈ വലിയൊരു ഡബിൾ സ്റ്റാൻഡേർഡ് ഉണ്ട്. ഉദാഹരണമായിട്ട്, ദ ഡബിൾ സ്റ്റാൻഡേർഡ് ഈസ് എവിഡന്റ് ഇൻ ദ ട്രീറ്റിംഗ് ക്രിറ്റിസിസം ഓഫ് ഇസ്ലാം ആസ് ആൻഡ് എ മുസ്ലിം ആൻഡ് ക്രിറ്റിസിസം ഓഫ് ബൈബിൾ ആസ് ഫെയർ ക്രിറ്റിസിസം. കൊള്ളാം, അത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ആദമിന് പൊക്കിളുണ്ടായത്? ആദം ആദ്യത്തെ മനുഷ്യനാണെങ്കിൽ അത് വളരെ നല്ല ഒരു ക്രിറ്റിസിസമാണ്. അടിയട കൈ. ഔവയ്ക്ക് എങ്ങനെയാണ് മക്കളുണ്ടായത്? ആദവും ഔവയും മാത്രമാണെങ്കിൽ അത് കൊള്ളാം. അതൊക്കെ നല്ല ക്രിറ്റിസിസമാണ്. നല്ല തടി മുടി ബാഗ് ഒക്കെ ഉള്ള ആളുകൾ, സഞ്ചിയൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ. നമ്മുടെ ആസ്ഥാന ബുദ്ധിജീവികളുടെ യൂണിഫോം ആയതുകൊണ്ട് പറയാണ്, ഞാൻ ഒരാളെയും എടുത്തു പറയല്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയായിട്ടുള്ളൂ. അപ്പോൾ ഇവർ പറയുന്ന കാര്യം അത് നല്ല ഫെയർ ക്രിറ്റിസിസമാണ്. പക്ഷേ അത് ഖുറാനിലേക്കോ അല്ലെങ്കിൽ ഹദീസുകളിലേക്കോ പോവുകയാണെന്നുള്ള പെട്ടെന്ന് പ്ലേറ്റ് അങ്ങ് മാറ്റിയാണ് പറയുകയാണ് ഇത് ഇസ്ലാമോഫോബിയാണ്. എത്ര വലിയ ഇസ്ലാമോഫോബിയാണിത്. ഞാൻ പണ്ട് 24 ന്യൂസിലൊരു ചർച്ചയിൽ എൻ്റെ പേര് ജനകീയ കോടതി, കുറേ വർഷമായി. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഒസാമ ബിൻ ലാദൻ ഒരു നല്ല എഞ്ചിനീയർ ആയിരുന്നു. പുള്ളിയിൽ നിന്ന് ഈ അപകടകരമായ സോഫ്റ്റ്വെയർ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പുള്ളി ഒരു നല്ല മനുഷ്യനായേക്കാം, വേറെ ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉണ്ടാക്കാം, ഈ സോഫ്റ്റ്വെയർ എടുത്ത് മാറ്റിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഇതല്ലേ മുസ്ലിം വിരുദ്ധത, ഇതല്ലേ ഇസ്ലാമോഫോബി എന്ന് പറഞ്ഞ ഒരാൾ ഇതിൽ ചാടി വീഴുക. ഇവർ പെട്ടെന്ന് കൊണ്ട് കൊടുക്കുകയാണ്, കെട്ടുകയാണ്. ആർക്കു വേണ്ടിയാണ് ഈ പണി ചെയ്യുന്നതെന്ന് ആലോചിച്ചു. അവർ സെക്കുലറിസത്തിന് വേണ്ടിയോ ഹാർമണിക്ക് വേണ്ടിയോ ഒന്നുമല്ല ഈ പണി ചെയ്യുന്നത്. അവരെ മസാജ് ചെയ്യുന്ന വേറൊരു ഗ്രൂപ്പിനെയാണ്, അതിന്റെ റിട്ടേൺസ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇത് തന്നെയാണ്. അതുപോലെ തന്നെ സെലക്റ്റീവ് ഗ്ലോറിഫിക്കേഷൻ. ഇതേ ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ദേ അപ്പീസ് ആൻഡ് ചെറി പിക്ക് റിലീജിയസ് ടെസ്റ്റ് ടു പോർട്രേ റിലീജിയൻ ആസ് ഇൻഹറന്റ്ലി ഗുഡ്. നിങ്ങൾ ഈ പറയുന്നതൊന്നും അല്ല. ഈ അടുത്തിടെ ഞാൻ കുറേ ഒരു എന്താ പറയുന്ന ഇതേ ആള് തന്നെ, ആരിഫ് അങ്ങ് പോയോ? ആരിഫുണ്ടോ? ആരിഫിനെ ആണല്ലോ, ആരിഫ് ഒരു എല്ലാവരും വേട്ടമൃഗങ്ങളാണ്, എന്നാലും ആരിഫ് ഒരു വേട്ടമൃഗമാണ്. ഇപ്പോൾ ആരിഫ് എന്തോ ഒരു പ്രയോഗം നടത്തി. അതിനൊരാൾ ഇരുന്ന് പറയുകയാണ്, നിങ്ങളിങ്ങനെ ഇതിനെ പേപ്പട്ടി മതം എന്നൊക്കെ വിളിക്കുന്നത് ശരിയാണോ? അങ്ങനെയാണെങ്കിൽ ഒസാമ ബിൻ ലാദൻ പേപ്പട്ടിയാണെങ്കിൽ ഗോഡ്സെ പേപ്പട്ടിയല്ലേ? പിന്നെ വേറെ ആരാണ്ട് പേപ്പട്ടിയല്ലേ? പറഞ്ഞു പോകും. ഒസാമ ബിൻ ലാദൻ പേപ്പട്ടിയാണെങ്കിൽ, ഞാൻ അത്രയൊന്നും പറഞ്ഞിട്ടില്ല, ഗോഡ്സെ പേപ്പട്ടിയാണെങ്കിൽ ഒസാമ ബിൻ ലാദനും പേപ്പട്ടിയാണ്. ഓക്കെ, നമുക്ക് പ്രശ്നമില്ല, നമുക്ക് ഇതെല്ലാം കേൾക്കുമ്പോ ഓക്കെ റൈറ്റ്, കമോൺ ഡ്രാ, നെക്സ്റ്റ് ഐറ്റം കൊണ്ടുവരൂ. ഒസാമ ബിൻ ലാദൻ പേപ്പട്ടിയാണ് എങ്കിൽ, പേപ്പട്ടി തരം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തിരി കഠിന പദമായിട്ട് തോന്നാമെങ്കിലും ഞാനിത് ഉപയോഗിക്കാറില്ല, ആരിഫ് ഉപയോഗിക്കാറുണ്ട്. വെറി എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഒരു വൈറസ് അല്ലെ പേപ്പട്ടി എന്ന് പറഞ്ഞാൽ? റാബീസ് എന്നുള്ള അർത്ഥമാണ്, റാബിഡ്. അങ്ങനെയാണെങ്കിൽ ഇത് തന്നെയാണല്ലോ കാര്യം. പക്ഷെ ഇവരങ്ങനെയല്ല പറയുന്നത്. ഇതിനകത്ത് ആ വരിയുണ്ട്. ഞാൻ അതുപോലെ തന്നെ ഒരു കാര്യം പറയാം. ഈ കാശ്മീരിൽ ഇപ്പൊ പകൽഗാമിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ കുറെ വീഡിയോ ചെയ്തിരുന്നു. എന്നെ അഡ്രസ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഒരാൾ ഇറക്കുകയാണ്. നോക്കൂ, അവിടെ വെടികൊണ്ട ഒരാളുടെ മകൾ പറയുന്നു, എന്നെ സഹായിച്ച 2 മുസ്ലിം യുവാക്കളാണ്, എൻ്റെ സഹോദരന്മാരാണ് അവർ. അതിന് ഇത് രവിചന്ദ്രൻ സാർ ഇത് മനസ്സിലാക്കണം. ഞാൻ അതുമായിട്ട് ഒന്നും സ്പർശിച്ച് പറഞ്ഞല്ല, ഞാൻ അതുമായിട്ട് ബന്ധപ്പെടുത്തിയോ ഈ വിഷയങ്ങളൊന്നും ഞാൻ മിണ്ടിയിട്ടേ ഇല്ല.
പക്ഷെ ഇതെടുത്ത് വെച്ചിട്ട് പറയുകയാണ് രണ്ടുപേരെ സഹായിച്ചു. അപ്പൊ ഒരു മതത്തിലെ ആരെങ്കിലും നന്മ ചെയ്യുകയാണെങ്കിൽ ആ നന്മ മതത്തിന് അവകാശപ്പെട്ടതാണെങ്കിൽ തിന്മ ചെയ്യുമ്പോൾ തിന്മയും മതത്തിന് അവകാശപ്പെട്ടതാകില്ലേ? ഒരു ശരിയായ ലോജിക് ആണോ? വ്യക്തിപരമായിട്ടല്ലേ ഇത് കാണേണ്ടത്? എല്ലാ മതങ്ങളിലും ഗ്രൂപ്പുകളിലും പാർട്ടികളിലും നല്ല മനുഷ്യരും മോശം മനുഷ്യരും ഇല്ലേ? അതല്ലേ യുക്തിസഹമായിട്ടുള്ള ഒരു അവലോകനം? ഇങ്ങനെയല്ലേ പറയണം? അതല്ലേ മാനവികത? അതല്ലേ മര്യാദ? അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ കരുതുന്നുണ്ടോ ഏതെങ്കിലും ഒരു മതം, ഏതെങ്കിലും ഒരു ജാതി, ഏതെങ്കിലും ഒരു ഗ്രൂപ്പ്, ഒരു പാർട്ടി, ഒരു ജില്ലക്കാർ മൊത്തത്തിൽ കെട്ടവരാവും, നാശമാണ്, മോശമാണെന്ന് പറയാൻ പറ്റൂ? ഒരിക്കലും ഉണ്ടാവില്ല. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ആളുകൾ പറയും കൊല്ലത്തുകാരനാണോ പപ്പടം പോലും കൊടുക്കില്ല. ഞാൻ കഴിഞ്ഞ 5 വർഷമായി വന്നിട്ടുള്ളൂ. 5 വർഷമായിട്ട് കൊല്ലക്കാർ പപ്പടം കൊടുക്കില്ല. എനിക്ക് മനസ്സിലായില്ല എന്താണ്. എന്റെ ലൈവിൽ സിനിമ ചോദിക്കും, സാറേ കൊല്ലം എന്ന് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടാകാറുണ്ട്? ഞാൻ ജനിച്ചത് തിരുവനന്തപുരത്ത്, ജീവിക്കുന്ന കൊല്ലം, ചങ്ങനാശ്ശേരി, കേരളത്തിലെ പല സ്ഥലങ്ങളിലും ജോലിയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സങ്കുചിതമായിട്ടുള്ള നിസാരമായ ഫ്രിവലസ് ആയിട്ടുള്ള സില്ലി ആയിട്ടുള്ള റീസണിങ് ആണ് ഈ പ്രീണനവാദികൾ ഉന്നയിക്കുന്നത്. പക്ഷേ ദിസ് ഈസ് ആക്ച്വലി കളക്ടിവിസം ആണ്. ഞാൻ എപ്പോഴും പറയുന്നില്ല, ഞാൻ ഈ കേരളത്തിൽ എതിർത്തുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യം കളക്ടിവിസം, ട്രൈബലിസം തുടങ്ങിയ സാധനങ്ങൾ. എന്താണ് ഈ കളക്ടിവിസം? ഗ്രൂപ്പിനെ മാത്രം പരിഗണിക്കുക, ഗ്രൂപ്പിന് ഒരു ഏകദാനതയുണ്ട്, ഒരു പൊതു സ്വഭാവം ഉണ്ടെന്ന് പറയുക, അതിൽ വ്യത്യസ്തരായിരിക്കുന്ന ആളുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പോലും അംഗീകരിക്കാതിരിക്കുക, കളക്റ്റീവായിട്ട് പണിഷ് ചെയ്യുക, കളക്റ്റീവായിട്ട് റിവാർഡ് ചെയ്യുക. ഇതൊരു സാമൂഹ്യ അശ്ലീലമാണ് എന്ന് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. കളക്റ്റിവിസം ഒക്കെ കമ്മ്യൂണിസത്തിന്റെ ഒരു അടിസ്ഥാനമാണ്. എന്ത് നിങ്ങൾ ചെയ്യണം, എല്ലാവരും ഒരു കൃഷി ചെയ്താൽ മതി, എല്ലാവരും ഒരു കാര്യം കഴിച്ചാൽ മതി, എല്ലാവരും ഒരേ സൈക്കിൾ. ക്യൂബയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സൈക്കിൾ 30 വർഷം പഴക്കമുണ്ട് അവിടുത്തെ ക്യൂബൻ സിറ്റീസ്. ഇന്ന് സപ്പോസ് സോമനും സുകുമാരനും നസീറും ഒക്കെ എഴുന്നേറ്റ് അവരുടെ ബലികുടീരങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് അവരെ കൊണ്ടുവന്ന് ക്യൂബയിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അവർ പറയും, ആഹാ നോക്കൂ സുകുമാര, നമ്മളൊക്കെ പോയ അതേ ലോകം, അതേ തെരുവുകൾ, അതേ വണ്ടികൾ. പക്ഷെ ക്യൂബ ഇന്ന് ആധുനിക ലോകത്താണ് ജീവിക്കുന്നതെന്ന് ആലോചിക്കും. ഞാൻ കളക്ടിവിസത്തിന്റെ നമ്മുടെ സാമൂഹ്യ ദുരന്ത വശം പറഞ്ഞു തന്നേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ ഈ കാണുന്ന ചിത്രം 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം കുറെ നാസി ഭടന്മാർ ജൂതന്മാർക്കെതിരെ നടത്തിയ പ്രോഗ്രാം അല്ലെങ്കിൽ ഹോളോകോസ്റ്റ്, അതിന്റെ ചിത്രങ്ങളും മറ്റു കാര്യങ്ങളും വിശദീകരിക്കുന്ന ഒരു വീഡിയോ കാണിക്കും. ഇത് വളരെ പ്രസിദ്ധമായ 100 ചിത്രങ്ങളിൽ ഒരു ചിത്രമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക ഈ ചിത്രം. ലോകത്ത് എടുക്കപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ ചിത്രങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ 100 ചിത്രങ്ങളൊന്ന്. ഇതിൽ പലരും നോക്കിക്കൊണ്ടിരിക്കുന്നു. നോക്കൂ, ഇവരെല്ലാം നാസികളാണ്, ക്രൂരരാണ്, മൈൻഡ്ലെസ് ആയിട്ട് ക്രൂവൽറ്റി ചെയ്യുന്നവരാണ്. പക്ഷെ അവരുടെ പലരുടെയും മുഖം നിങ്ങൾ നോക്ക്, കാണാൻ കഴിയുമെന്നു, അല്ലെങ്കിൽ യൂട്യൂബിൽ വരുമ്പോൾ കാണാം. അവരുടെ മുഖം പലരും അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ആ ഒരു ട്രോമ, ആ ഒരു ടെറർ അവർക്ക് വാച്ച് ചെയ്യാൻ കഴിയുന്നില്ല. ഇവരെല്ലാം നാസികളാണ്. നമ്മളെല്ലാവരും നാസി എന്നാണ് വിളിക്കുന്നത്. ഒറ്റ കൂട്ടമാണ്. അങ്ങനെ ഒരു കൂട്ടം ഇല്ല. ഉപ്പിന്റെ എല്ലാ മോളിക്കുള്ളിലും ഉപ്പുണ്ടാവും. പക്ഷെ മനുഷ്യരിൽ അങ്ങനെയല്ല. ഒരാശയവും വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുള്ള മിനിമം മര്യാദ നമ്മൾ കാണിക്കണം. പഞ്ചസാരയും ഉപ്പും പാക്കും തേങ്ങയും പോലെ അല്ല മനുഷ്യർ. ഒരുപാട് വൈജാത്യങ്ങൾ ചിന്തയിലും ബയോളജിക്കലായിട്ടും ഇന്റലക്ച്വലായിട്ടും ഉണ്ട് എന്നറിയാം. ഇവർ പലരും അറിയുന്നുണ്ടായിരുന്നില്ല എന്താണ് ജൂതന്മാർക്കെതിരെ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയാണ് കൂട്ടങ്ങളെ വിലയിരുത്തേണ്ടത്. പക്ഷെ പ്രീണനവാദികൾ അങ്ങനെയല്ല. അവർ അൾട്ടിമേറ്റ് കളക്ടിവിസമാണ് എല്ലാ കാര്യത്തിലും. ഒരാശയം ഒരാൾക്കെതിരെ പറയുകയാണെങ്കിൽ അയാളുടെ മതം ഇന്നതാണ്, അത് മൊത്തം മതങ്ങൾക്കെതിരെ, ആ മതത്തിന് മൊത്തം എതിരെയുള്ള ഒരു ആരോപണമായിട്ട്. സെയിം ആശയം ഞാൻ ഇവിടെയും പറയുന്നു. നിങ്ങൾ തിരിച്ചു നോക്കൂ. ഇത് 1936 ഹിറ്റ്ലർ ഹാംബർഗിലെ ഒരു ഷിപ്പ് യാർഡ് വിസിറ്റ് ചെയ്തതാണ്. അപ്പൊ എല്ലാവരും ഫ്യൂററെ അനുകൂലിക്കുന്നു എന്നുള്ള ആ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്. എങ്ങനെയോ ഫോട്ടോഗ്രാഫറുടെ കണ്ണിൽപ്പെട്ടിട്ടുണ്ടാവില്ല. ചിത്രത്തിന്റെ മിഴിവ് കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞ ഒരാൾ മാത്രം ഇങ്ങനെ നിൽക്കും. ഒരു വലിയ കൂട്ടമാണ്, എല്ലാവരും ചെയ്യുമ്പോഴും ഒരാൾ അങ്ങനെ ചെയ്യുന്നില്ല. ഇങ്ങനെയാണ് നിങ്ങൾ മനുഷ്യക്കൂട്ടങ്ങളെ വിലയിരുത്തേണ്ടത്. പക്ഷെ പ്രീണനവാദികൾ എപ്പോഴും ട്രൈബലിസം, കളക്ടിവിസം ഈ തുടങ്ങിയിട്ടുള്ള റിഗ്രസീവ് ആയിട്ടുള്ള ആശയങ്ങളിലാണ് ഒരാൾക്കെതിരെ പറയുന്നത്. ആ മതത്തിനെതിരെ നിങ്ങൾ പറയും 24 കോടി മനുഷ്യരെയാണ് നിങ്ങൾ അപമാനിച്ചത്.
24 കോടി മനുഷ്യരാണ് നിങ്ങൾ അവമാനിച്ചത്, അല്ലെങ്കിൽ 20 കോടി മനുഷ്യരെയാണ് നിങ്ങൾ അവമാനിച്ചത്. ദേ ആർ മോർ ഡേഞ്ചറസ്. വർഗീയവാദികൾ ഇത്രയും വരാറില്ല. ഇനി ഇവർ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നത്? സോ ഈ കമ്മ്യൂണൽ അപ്പീസ്മെന്റ് നടത്തുന്ന കമ്മ്യൂണൽ മെസ്സാജേഴ്സ് അവർ ചെയ്യുന്നത് ഈ മുറിപ്പെടാനും വ്രണപ്പെടാനും വൈകാരികമായി തുള്ളാനും ഒക്കെ ഉള്ള മതത്തിന് ഒരു സാധനമുണ്ട്. അതിങ്ങനെ ഇക്കിളിപ്പെടുത്തി കൊടുക്കും, ടിറ്റിലേറ്റ് ചെയ്യും, എക്സ്പ്ലോയിറ്റ് ചെയ്യും. അവരുടനെ കമ്പോളം ഓൺ ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുണ്ട് എന്ന് പറയും. ഇത് പ്രസിദ്ധമായിട്ടുള്ള കിരീടത്തില് ഞാൻ ഏറ്റെടുക്കുക, ആരുണ്ടാ, ഞാൻ ഇവരുടെ കൂടെയാണ്. അതായത് ഈ സേതുവിന്റെ ശേഷിയിലാണ്, ആക്രമിക്കാനും പ്രഹരം നടത്താനുമുള്ള സേതുവിന്റെ ശേഷിയിലാണ് ഈ പ്രീണനവാദിയായിട്ടുള്ള എന്താ ഹൈദരാലിയോ എന്തോ ഒരു കഥാപാത്രം ഈ ഹൈദ്രോസുമാരാണ് പ്രീണനവാദികളായിട്ട് അവർ പറയുന്നത്. ഇവിടെ സെക്കുലറിസം വേണം, ഇവിടെ സമാധാനം വേണം. ഒന്നുമല്ല. ഞാൻ അതിനിടയ്ക്ക് സമാനമായിട്ട് കണ്ടത് ഇത് ഹിന്ദുവിൽ വന്ന ഒരു റിപ്പോർട്ടാണ്. സോണിയാഗാന്ധി സൺ ഇൻ ലോ ബിസിനസ്മാൻ റോബർട്ട് വാഡ്ര on Wednesday, April 23rd, 2025, triggered a row by suggesting that non-Muslims were attacked in Pahalgam. As terrorists feel Muslims are being mistreated in the country. എന്തുകൊണ്ടാണ് ഇവര് ആക്രമിക്കപ്പെട്ടതെന്നതിന്റെ കാരണം ഇവിടെ എങ്ങനെ മുസ്ലിംസിനെയൊക്കെ പീഡിപ്പിക്കുന്നതെന്ന് ടെററിസ്റ്റുകൾക്ക് തോന്നിക്കാണോ, അതുകൊണ്ടായിരിക്കും അറ്റാക്ക് ചെയ്തത്. ഈ ടെററിസ്റ്റുകൾ പോലും ഇങ്ങനെ ഒരു വാദം ഉന്നയിച്ചിട്ടില്ല. സെക്കുലർ, ഇതാണ് സെക്കുലറിസം എങ്കിൽ കമ്മ്യൂണലിസത്തെക്കാൾ എത്രയോ ഡേഞ്ചറസ് ആണ് ആ സെക്കുലറിസം. അതിൽ പറഞ്ഞേ കപട മതേതരവാദമാണെങ്കിലും കപട മതേതരവാദിയാണല്ലോ, വർഗീയവാദി അല്ലല്ലോ. ആദ്യത്തെ ഒരു വാദം നിങ്ങൾ ശ്രദ്ധിച്ചു. ഇത് കോൺഗ്രസിന്റെ വാദമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും ഇവരെല്ലാം ഈ സ്റ്റിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they are secular and some other people are communal. Okay, you are secular, good and fine, but are you really secular? പിന്നെ I come back to നിങ്ങൾ ടിബറ്റിന്റെ പ്രശ്നത്തെ കുറിച്ച് നിങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് അത്രയ്ക്കൊരു പരിചയം ഉണ്ടാവും. ഇന്നത്തെ പരിചയം എല്ലാവരും ഉണ്ട്, പക്ഷെ എന്നാലും ഇന്നത്തെ തലമുറ ടിബറ്റിനെ കുറിച്ച് അധികം കേൾക്കുന്നില്ല. ഈ ദലൈലാമ ഇങ്ങനെ ഓടി നടക്കുന്നു, പല രാജ്യങ്ങളിലും പോകുന്നു. ധർമ്മശാലയിൽ ഒരു പ്രവാസി ഗവൺമെന്റ് ഉണ്ട്. എല്ലാ ചിതറിക്കപ്പെട്ട ഒരു സമൂഹമായിട്ട് മിക്കവാറും ലണ്ടനിലും അമേരിക്കയിലും ഇന്ത്യയിലും ഒക്കെ തന്നെ ബുദ്ധിസ്റ്റുകളുണ്ട്, ടിബറ്റൻ ബുദ്ധിസ്റ്റ്. ടിബറ്റന്റെ ഒരു ചരിത്രം പറയുകയാണ്, ഒരു സിംഗിൾ ആയിട്ട്. ടിബറ്റ് ഒരു ഇൻഡിപെൻഡന്റ് കൺട്രി ആയിരുന്നു 1917 മുതൽ 50 വരെ. അതിന് മുന്നേ രാജവംശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 50-ലാണ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇൻവേഷൻ ടിബറ്റിൽ ഉണ്ടാവുന്നത്. ആ ടിബറ്റിൽ ഉണ്ടാകുമ്പോൾ സ്വന്തമായി ലാംഗ്വേജ് ഉള്ള, സ്വന്തമായി ഗവൺമെന്റ് ഉള്ള, സ്വന്തമായി കറൻസി ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു ടിബറ്റ്. Compare it with Palestine, which was never a country. ഈ പറയുന്ന ഒന്നുമില്ലാത്ത, ഒരിക്കലും ഒരു രാജ്യം അല്ലാതിരുന്ന, ആകണം എന്ന് പറയുന്ന, ഇനിയും ഉണ്ടാകേണ്ട ഒരു സംഗതിയാണ് പാലസ്തീൻ. അപ്പൊ ഈ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ പലപ്പോഴും പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നത് കമ്മ്യൂണൽ മെസ്സാജിങ്ങിന്റെ ഭാഗമായിട്ടല്ല, ഞങ്ങൾ എവിടെയും അടിച്ചമർത്തപ്പെട്ടവരുടെ കൂടെയാണ്, ഞങ്ങൾ എവിടെയും ലിബറേഷൻ സ്ട്രഗിൾ നടത്തുന്ന അവരുടെ കൂടെയാണ്, ഞങ്ങളെപ്പോഴും ചിതറിക്കപ്പെട്ടവരുടെ കൂടെയാണ്, ഞങ്ങളെപ്പോഴും ചുണ്ണാമ്പ് കച്ചവടക്കാരുടെ കൂടെയാണ്. ഇങ്ങനെ കുറേ സാധനം അടിച്ചു. ശരിയാണോ? ശരിയല്ല എന്ന് മാത്രമല്ല, നേർ വിപരീതമാണ്. ടിബറ്റൻ പ്രശ്നം 70-കൾ അന്താരാഷ്ട്ര പിന്തുണയൊന്നുമില്ല, കിട്ടിയില്ല. 70-കളോടുകൂടി അത് തീർന്നു. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ചെറുതായിട്ടൊക്കെ പറയുക. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ സ്വാഭാവികമായി അവര് എന്താണോ ടിബറ്റനെ കണ്ടെന്നറിയാം, ചൈനീസ് അധിനിവേശത്തിനെതിരെയുള്ള പോരാട്ടമായിട്ടല്ല, മറിച്ച് ചൈനയ്ക്കെതിരെ അമേരിക്കയും CIA കൂടെ നടത്തുന്ന ഒരു ഗൂഢാലോചനയായിട്ടാണ്. ഓക്കെ, എങ്ങനെയുണ്ട്? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ചൈനയ്ക്കെതിരെ എന്തായാലും അധിനിവേശം നടക്കുന്നുണ്ടല്ലോ. ഇപ്പോ യുക്രൈൻ യുദ്ധത്തിലും റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുട്ടിന്റെ കൂടെയാണ്. യുക്രൈനെ ഇൻവേഡ് ചെയ്യുകയാണ്. അതിനവർ പറയുന്നത് അമേരിക്കയും നേറ്റോയും കൂടെ ചേർന്നുള്ള ഒരു ഗൂഢാലോചനയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം പറയാം, ആരാണ് അവരെ സഹായിക്കുന്നത്? അമേരിക്കയാണോ, CIA ആണോ, ചൊവ്വയിൽ നിന്നുള്ള മനുഷ്യരാണോ? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള, സോവറൻ ആയിട്ടുള്ള ഒരു രാജ്യത്തെ ഇൻവേഡ് ചെയ്യുകയും ആ രാജ്യം അതിൽ നിന്ന് കുതറി മാറാൻ ശ്രമിക്കുകയും ലിബറേഷൻ സ്ട്രഗിൾ നടത്തുകയും ചെയ്യുകയാണ്.
ആര് പിന്തുണയ്ക്കുന്നു? അവരും പിന്തുണയ്ക്കുന്നെങ്കിൽ നിങ്ങൾ CIA-ക്കും അമേരിക്കയും കൈയടിക്കല്ലേ വേണ്ടത്, കൊള്ളാം എന്ന് പറയല്ലേ വേണ്ടത്. കാരണം ഇവിടെ അനീതി വളരെ സ്പഷ്ടമല്ലേ. അപ്പൊ അങ്ങനെ യാതൊരു നീതിയോ മര്യാദയോ ഒന്നും ഉള്ള വിഭാഗമല്ല സിൻജിയാങ്. പുതിയ രാജ്യം എന്ന് തന്നെയാണ് എൻ്റെ പേര്, പുതിയ പ്രോവിൻസ്. അതും ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഓട്ടോണമസ് ആയിട്ടുള്ള സംഗതി. അതും ചൈന ഇൻവേഡ് ചെയ്താണ്. അവിടെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് നിങ്ങൾക്കറിയാം. വീഗർ മുസ്ലിംസ് മതപരമായി ഇത്രയധികം പീഡനം നേരിടുന്ന ഏതെങ്കിലും ജനത ലോകത്തുണ്ടോ? ആരുടെ കൂടെയാണ്? അവരുടെ കൂടെയാണോ? പീഡനം നേരിടുന്നവരുടെ കൂടെയാണോ? ഈവൻ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിൽ എന്തായിരുന്നു നടന്നത്? ബ്രിട്ടൻ സ്റ്റാലിനൊപ്പം ചേരുമ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനുള്ള പിന്തുണ ഇവിടെ പിൻവലിക്കപ്പെടും. ഇതെന്താണ്? ഇവിടെ ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞ് ഇവിടെ സമരം നടക്കുകയാണ്. അപ്പൊ കാണാം, ബ്രിട്ടൻ സ്റ്റാലിനൊപ്പമായി. അതിനും ആദ്യം സ്റ്റാലിൻ ഹിറ്റ്ലർക്കൊപ്പമായിരുന്നു, അവരാണ് ഏറ്റവും നല്ല ബഡീസ്. പിന്നെ അവസാനം, അല്ലെങ്കിൽ ലോക ചരിത്രം തന്നെ മാറിപ്പോയന്, നിരാക്രമണം, ആക്രമിക്കില്ല എന്നുള്ള സന്ധിയാണ് ഹിറ്റ്ലറും സ്റ്റാലിനും തമ്മിൽ ചെയ്യുന്നത്. എന്നിട്ട് പോളണ്ട് അപ്പുറത്ത് കടിച്ചു പറിച്ചെടുക്കുകയാണ്. അപ്പുറത്ത് നീ അവിടുന്ന് കടിയടാ, ഞാൻ ഇവിടുന്ന് കടിയടാ, അധിനിവേശം. അതിന് അവർ പറയുന്നറിയാവോ? ഞങ്ങൾ എന്തിനാ പോളണ്ട് പിടിച്ചതെന്നറിയാവോ? ഈ അടുത്തിടെ പുട്ടിന്റെ ഒരു വാദമാണ്. അതെ, ഞങ്ങളത് പിടിച്ചില്ലായിരുന്നെങ്കിൽ നാസി മൊത്തം പിടിച്ചു വന്നിട്ട് യുക്രൈനിലൊക്കെ ഉള്ള ജൂതന്മാരെ എല്ലാം പിടിച്ചോണ്ട് പോകും. അത് തടയാനായിട്ടാണ് ഞങ്ങളൊന്ന്. ഞങ്ങൾ പിടിച്ചാൽ കുഴപ്പമില്ലല്ലോ. സോ ദിസ് ഈസ്. അതുപോലെ തന്നെ ചില പറയാറുണ്ട് വൺ ഇന്ത്യ. ഞാൻ ഇന്നലെ കേട്ട ഒരു പ്രഭാഷണം, വൺ ഇന്ത്യ എന്ന് പറയുന്ന എല്ലാ സംഗതികളും അതോറിറ്റേറിയൻ ആണ്, സാമ്രാജ്യത്വമാണ്, ശക്തമായ ഫെഡറലിസത്തെ തകർക്കുന്നതാണ്. അതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. വൺ ഇന്ത്യ എവിടെ വരുന്ന ഒരു മുദ്രാവാക്യം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത് മോശമാണ്. അവിടെ വൺ ചൈന പോളിസി. ചൈനയിലോ റഷ്യയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മ്യൂണിസം കൊടികുത്തുവാണ് ഏതെങ്കിലും രാജ്യത്ത്, അവിടെ നിന്ന് ഒരു പൊടി അടർന്നു പോകാൻ അവർ സമ്മതിക്കുമോ? ഏതെങ്കിലും ഒരു ഫെഡറൽ പാർട്ടിന് എന്തെങ്കിലും അധികാരം അവകാശം കൊടുക്കാൻ അവർ സമ്മതിക്കും? ദിസ് ഈസ് വളരെ ഹോക്സ് ആണ് ഇത്തരം ആശയങ്ങളെന്ന് മാത്രം മനസ്സിലാക്കുക. ഈ പ്രീണനവാദികൾ പറയാറുണ്ടല്ലോ, ഹമാസ് എന്ത് ചെയ്താലും അത് ശരിയാണ്, ഹമാസ് എൻ്റെ അമ്മയെ കൊന്നാലും ഞാൻ ഹമാസിന്റെ കൂടെ നിൽക്കും എന്നൊക്കെ പറയുന്ന ആ രാഷ്ട്രീയ ലെഗസി ഒരിക്കലും മറ്റ് പ്രശ്നങ്ങളിൽ ഇങ്ങനെ അല്ല. അതാണ് ഞാൻ ടിബറ്റിന്റെ കാര്യം തൊട്ട് പറഞ്ഞു. ഒരുപാട് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഈ പ്രീണനവാദികൾ മനസ്സിലാക്കുക, നിങ്ങൾ പ്രീണിപ്പിക്കുന്നത് നിങ്ങളുടെ ആശയപരമായിട്ടുള്ള സമ്പുഷ്ടത കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ കമ്മ്യൂണൽ ബയസ് കൊണ്ടാണ്. ബിക്കോസ് ഇറ്റ്സ് ഹെൽപ്ഫുൾ ടു യു ഹിയർ. പല പ്രീണനവാദികളുടെ മഹാപ്രഭു എന്നറിയപ്പെടുന്ന മഹാത്മാഗാന്ധിയാണ്. ഇവിടെ ഇന്ത്യയിലെ പ്രീണനവാദികളുടെ ഏറ്റവും വലിയ മാതൃകയും മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയുടെ ഒക്കെ പടമൊക്കെ വെട്ടി ഒട്ടിച്ചുകൊണ്ടൊക്കെയാണ് ഓരോരുത്തർ ചർച്ചയിൽ വരുന്നത്. അതാണോ എനിക്ക് മനസ്സിലായത്? അതൊക്കെയാണ് ഒരു പുതിയ ഫാഷൻ. മഹാത്മാഗാന്ധിയുടെ ഒരു പ്രത്യേകത എന്താണ്? അദ്ദേഹം ഭയങ്കര ഹിന്ദുക്കളോടും സിഖുകാരോടും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു, നിങ്ങളെ കൊല്ലുകയാണെങ്കിലും അവർ വന്ന് നിങ്ങളെ അറുക്കുകയാണെങ്കിലും അതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുക, അവരുടെ കലിപ്പ് തീരുമല്ലോ, അങ്ങനെ നമ്മളൊരു പുതിയ രാജ്യം വീണ്ടെടുക്കും, ഇങ്ങനെയൊക്കെയുള്ള മഹാത്മാഗാന്ധിയുടെ, ഞാൻ ഒന്നും കോട്ട് ചെയ്യുന്നില്ല, ഇഷ്ടം പോലുണ്ട്. അപ്പോൾ പറഞ്ഞ അത് ഹിന്ദുക്കളോടാണ് അങ്ങനെ പറഞ്ഞത്. ഹിന്ദുക്കൾ ഭൂരിപക്ഷമായ ഒരു രാജ്യത്ത് അവരോട് പറഞ്ഞ അവരെ ഭൂരിപക്ഷ ഭീകരതയിൽ നിന്ന് അവരെ ഒന്ന് അടക്കി നിർത്താനായിട്ടാണ് പറഞ്ഞത് എങ്കിൽ പുള്ളി ഇതേ കാര്യം സിഖുകാരോട് പറഞ്ഞിട്ടുണ്ട്. സിഖുകാർ ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമാണ്. സിഖുകാരോട് ഇതേ കാര്യം പറഞ്ഞു. അപ്പൊ താരാസിംഗ് ഒക്കെ പറഞ്ഞ് അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് സ്വയം പ്രതിരോധിച്ചേ മതിയാവും, അങ്ങനെ ഇല്ലാതാവാൻ ഞങ്ങൾ തയ്യാറാവും. അപ്പൊ അമ്മാതിരിയുള്ള പ്രീണനമായിരുന്നു യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധി അല്ലെങ്കിൽ MK ഗാന്ധി മുന്നോട്ട് വരും. പുള്ളി ഏറ്റവും വലിയൊരു ഇതായിട്ട് പറഞ്ഞത്, പുള്ളിയാണ് ഇവിടത്തുള്ള കമ്മ്യൂണൽ റൈറ്റ്സ് ഒക്കെ ഇല്ലാതാക്കിയത്. ഭജന നടത്തി, സത്യാഗ്രഹം നടത്തി, ഈശ്വര അള്ളാ തേരെ നാം ചൊല്ലി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ മുന്നേ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ, ഈ കമ്മ്യൂണൽ റൈറ്റ്സ് ലോകത്ത് എല്ലായിടത്തും നടക്കുന്നുണ്ട്. മഹാത്മാഗാന്ധി ഉള്ളിടത്തും ഇല്ലാത്തടത്തും നടക്കുന്നുണ്ട്. മഹാത്മാഗാന്ധിക്ക് മുമ്പും ശേഷവും നടക്കുന്നുണ്ട്. മറ്റു രാജ്യങ്ങളിലും നടക്കുന്നുണ്ട്. ഇതിനെല്ലാം ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്. തുടങ്ങും ഒരു ഫ്ലെയർ അപ്പ്,
അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുക. ആദ്യഘട്ടത്തിൽ ഭയങ്കര ഒരു 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 മൂർധന്യാവസ്ഥയിലേക്ക് പോകുന്നു. പിന്നെ രണ്ട് കൂട്ടരുടെയും റിസോഴ്സസ് കുറയുന്നു. പിന്നെ ഒരു ലൾ പീരീഡ് ഉണ്ടാവുന്നു. പിന്നെ ഒരു ഫ്ലെയർ അപ്പ്. ഇങ്ങനെ പോകുന്നു. അപ്പോഴത്തേക്ക് നിയമ സംവിധാനം ഇടപെട്ട് തുടങ്ങുന്നു. പോലീസ് വരുന്നു, ആർമി വരുന്നു, അടിച്ചമർത്തുന്നു, മെല്ലെ മെല്ലെ കെട്ടടങ്ങുന്നു. ഇങ്ങനെയാണ് ലോകത്തുള്ള എല്ലാ വർഗീയ ലഹളയും ഇങ്ങനെയാണ്. ആരെങ്കിലും ഭജനം നടത്തില്ല, മുന്നേ തിന്നോ നിങ്ങൾക്ക് ഭജനം നടത്താം. ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1946 ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ ഒരു പരിപാടിയുണ്ട്. അതായത് സ്വാതന്ത്ര്യം പാകിസ്ഥാൻ വേണം, പാകിസ്ഥാൻ വേണമെങ്കിൽ എന്ത് ചെയ്യണം? പിടിച്ചെടുക്കണം. അങ്ങനെയാണ് ഓഗസ്റ്റ് 16 കൽക്കട്ടയിൽ ഡയറക്റ്റ് ആക്ഷൻ നടത്തുന്നത്. ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അടിച്ച് പിടിച്ചെടുക്കുക. 4000 പേര് കൊല്ലപ്പെട്ടു കൽക്കട്ടയിൽ. ഒരു വർഷം കഴിഞ്ഞാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഓഗസ്റ്റ് 15, 47. ഗാന്ധി മനസ്സിലാക്കി വീണ്ടും അവിടെ കലാപം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട്. ഓഗസ്റ്റ് 8 ആയപ്പോൾ ഗാന്ധി കൽക്കട്ടയിലെത്തി. ഓഗസ്റ്റ് 13 ആയപ്പോൾ ഗാന്ധി ഒരു നിരാഹാര സത്യാഗ്രഹം തുടങ്ങി. എന്താണ്? കലാപം ഉണ്ടാവാൻ പാടില്ല. ഓഗസ്റ്റ് 16 ആയപ്പോൾ കൃത്യമായിട്ട് കലാപം പൊട്ടിപ്പുറപ്പെട്ടു. അത് കുറച്ച് ദിവസം നീണ്ടു നിന്നു. ഗാന്ധി മുന്നേ വന്നു നിന്നു. കലാപം ഉണ്ടാവുന്നതിന് മുമ്പ് ഗാന്ധി ഉണ്ടായിരുന്നു. കലാപം ഉള്ളപ്പോഴും ഗാന്ധിയുണ്ട്, കലാപം തീരുമ്പോഴും ഗാന്ധിയുണ്ട്. അതിൽ 4000 കൊല്ലപ്പെട്ടില്ല, 2500 കൊല്ലപ്പെട്ടുള്ളൂ. അതിന് ഭയങ്കര വാഴ്ത്താണ്. 1500 പേരെ രക്ഷിച്ചു ഗാന്ധിന്ന്. ഭയങ്കര മാത്തമാറ്റിക്കൽ കണക്കാണ്. മൗണ്ട് ബാറ്റൺ പറയുന്നത് കേൾക്കണം അതിനെക്കുറിച്ച്. നോക്കൂ, 50,000 സൈനികർ പഞ്ചാബിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഒരൊറ്റ മനുഷ്യൻ കൽക്കട്ടയിൽ നിന്നെല്ലാം റെഡിയാക്കി എടുത്തു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക? ഗാന്ധി എവിടെയൊക്കെ സമാധാനം ഉണ്ടാക്കിയിട്ടുണ്ട്? ഗാന്ധി പ്രധാനമായിട്ടും ഉണ്ടാക്കുന്ന സമാധാനം എന്ന് പറഞ്ഞാൽ ഈ റിലീജിയസ് ലീഡേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് ഒരു ചർച്ചയൊക്കെ നടത്തുക. ഇതാണ്, അത് എളുപ്പമാണ്. അത് മിക്കവാറും 2ാം 3ാമത്തെ ഘട്ടത്തിലൊക്കെയാണ്. എവിടെയൊക്കെ നടത്തിയിട്ടുണ്ടോ അതെല്ലാം തന്നെ ഗാന്ധി കൺസെഷൻസ് 2 സൈഡിൽ നിന്ന് വാങ്ങിക്കണം. ഹി വാസ് ഓൺലി ഏബിൾ ടു ഗെറ്റ് കൺസെഷൻ ഫ്രം ദ ഹിന്ദു സൈഡ്. അതാണ് റിയാലിറ്റി. ഹിന്ദുസ് ഡോമിനേറ്റ് ആയിരുന്ന, മുസ്ലിംസ് വിക്ടിംസ് ആയിരുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് ഗാന്ധിക്ക് റെക്കൺസിലിയേഷനോ കൺസെഷൻസോ നേടാൻ സാധിച്ചിട്ടുള്ളത്. എവിടെ നിങ്ങൾ നോക്കിക്കോ. മറിച്ച് മുസ്ലിംസ് ഡോമിനേറ്റ് ചെയ്തിരുന്ന സ്ഥലങ്ങളിലൊന്നും ഗാന്ധിജിക്ക് കൺസെഷൻ നേടാൻ സാധിച്ചില്ല. നവഖാലിയിൽ ഗാന്ധിയെ ഓടിച്ചു വിടുകയായിരുന്നു. പോകുന്നിടത്തെല്ലാം പ്രതിരോധങ്ങളായിരുന്നു അവർ സംഘടിപ്പിച്ചത്. നവഖാലിയിലെ ഹിന്ദുക്കൾ ഇവിടെ ഗാന്ധി പറഞ്ഞു 5000 പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്. അത് ഇപ്പം ബംഗ്ലാദേശിലുള്ള ഒരു സ്ഥലമാണ് ഈ നവഖാലി എന്ന് പറയുന്നത്. അതായത് നിങ്ങളെല്ലാം വീടുകളിലേക്ക് മടങ്ങിക്കൊള്ളൂ, നിങ്ങളുടെ സഹോദരന്മാരല്ലേ മുസ്ലിങ്ങൾ, അവർ നിങ്ങളെ കൊല്ലുമൊന്നുമില്ല, അഥവാ കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര നേട്ടമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഹിന്ദുക്കൾ പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങൾ വിശ്വാസമില്ല. ഒന്നാമത് നിങ്ങൾ പറയുന്ന അവർ കേൾക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യണം എന്നാണ് നിങ്ങൾ പറയുന്നത്. മാത്രമല്ല നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങളെ അവർ ശരിയാക്കും. ഇതാണ് വാസ്തവം. ഈ ഗാന്ധി അടിസ്ഥാനപരമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെ, അതിൻ്റെ സെക്യുലർ ക്രെഡൻഷ്യൽസിനെ നശിപ്പിച്ച വ്യക്തിയാണ്. ഐ ലൈക്ക് ആൻഡ് ഐ ലവ് ഗാന്ധി ആസ് എ പേഴ്സൺ, ബട്ട് ഹിസ് പൊളിറ്റിക്സ് ഈസ് എക്സ്ട്രീംലി റിഗ്രസീവ്. എങ്ങനെയെന്ന് ഞാൻ പറയാം. ഗാന്ധി ഭയങ്കര ഇസ്ലാമിക പ്രീണനവാദിയായിരുന്നല്ലോ. വാട്ട് ഹാപ്പൻ വെൻ ഹിസ് എൽഡസ്റ്റ് സൺ കൺവേർട്ടഡ് ടു ഇസ്ലാം? എല്ലാവർക്കും അറിയാം. ഗാന്ധിജി ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. എടാ, ഇസ്ലാം ഇത്ര നല്ലതാണെങ്കിൽ ഇസ്ലാമിലെ ഒരു ഖലീഫയെ തുർക്കിയിൽ നിന്ന് അവിടെയുള്ള അറബ് പ്രൊട്ടസ്റ്റുകളും യൂറോപ്യൻ സഹായവും വഴി നിഷ്കാസിതമാക്കിയപ്പോൾ ഇവിടെ നടന്ന ഖിലാഫത്ത് എന്ന് പറയുന്ന ഒരു റിലീജിയസ് അജണ്ടയെ എടുത്തിട്ട് ഒരു നാഷണൽ അജണ്ടയിൽ കൊണ്ടുവച്ച ഗാന്ധി എന്നിട്ട് പറഞ്ഞു, മുസ്ലിങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു, അവരുടെ ഖലീഫ പോയി, അവരുടെ നേതാവ് പോയി, ബ്രിട്ടൻ ചെയ്തത് അനീതിയാണ് എന്ന് പറഞ്ഞ അദ്ദേഹം എന്തുകൊണ്ടാണ് സ്വന്തം മൂത്ത മകൻ അത്ര സർവ്വതാ യോഗ്യമായിട്ടുള്ള ഒരു ഐഡിയോളജിയിലേക്ക് പോയപ്പോൾ എന്നാ പോട്ടെ എന്നെങ്കിലും വെക്കാഞ്ഞത്? ഇഷ്ടമല്ല എന്നാ പോട്ടെ. പുള്ളി അങ്ങനെയല്ല. പുള്ളി ശുദ്ധി മൂവ്മെന്റുകാരോടൊക്കെ പറഞ്ഞു, ഇവനെ എങ്ങനെയെങ്കിലും പിടിച്ചോണ്ട് വരണം. മകനാണെങ്കിൽ പുള്ളിയെ കൊണ്ട് യാതൊരു രീതിയിലും ഒത്തുപോകാത്തൊരു മകനാണ്. പുള്ളിയുടെ വാശികളും ധാർഷ്ട്യങ്ങളും ഒന്നും മകൻ അംഗീകരിക്കുന്നില്ല. 19 വയസ്സ് ഗാന്ധിക്കുള്ളപ്പോൾ ജനിച്ച മകനാണ്.
മദ്യപാനവും മറ്റു പരിപാടികളിലേക്കൊക്കെ പോയി, കല്യാണങ്ങളും ഒക്കെ എങ്ങനെ കഴിച്ച് പോയി, അത് പോട്ടെ. അദ്ദേഹം ജീവിതം ആസ്വദിച്ചു. ഗാന്ധിയുടെ ജീവിതശൈലി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം 1936 ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ഈ കൺവേർഷൻ ഗാന്ധിക്ക് എന്തുകൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്നു? അദ്ദേഹത്തിന് മാത്രമല്ല, പല പ്രീണനവാദികൾക്കും ഞാൻ ഇതിനു വേണ്ടി ഇപ്പം മരിച്ചു കളയും, എന്നെ പിടിക്കടാ എന്ന് പറഞ്ഞു നടക്കുന്ന പലർക്കും ഇത് കാപട്യാണ്. ഇവരിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മതത്തോടുള്ള റെസ്പെക്റ്റോ സ്നേഹമോ ഒന്നും അല്ല. അങ്ങനെയാണെങ്കിൽ അവര് അങ്ങോട്ട് ആദ്യമേ അങ്ങ് ചേരണ്ടേ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞാൻ ആദ്യം പൂളിലേക്ക് ചാടുന്നു, എനിക്ക് ചാടാൻ പറ്റത്തില്ല, എനിക്ക് ചൊറിയാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളെ ചാടിക്കുന്നു എന്നെങ്കിലും പറയണ്ടേ. ആരെങ്കിലും ചാടുവാന്നേ ചാടരുത് 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 എന്നാണ് പറയുന്നത്. സോ ഇതാണ് പ്രീണനവാദികളിലെ ഹിപ്പോക്രൈസിയാണ് അവർ. ഹിപ്പോക്രസി എന്ന് മാത്രമേ അതിനോട് പറയില്ല. ഇദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇത് ഒരു ഡൊമസ്റ്റിക് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതൊരു വാർത്തയാണ്. ഞാൻ കണ്ട ഒരു ഒരു യൂട്യൂബ് വീഡിയോയുടെ തമ്പനയിലാണ്. അതിങ്ങനെ ഗൂഗിളിൽ കിടക്കുന്ന കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചതാണ്. പോപ്പുലർ ഫ്രണ്ടുകാരുടെ മാസ് നേതാവും ഒടുവിൽ അവരെ കൈവിട്ടു. ആരാണ് ഈ പോപ്പുലർ ഫ്രണ്ടുകാരുടെ മാസ് നേതാവ്? അദ്ദേഹമാണ്. കൈവിട്ടു. പ്രൊഫസർ TJ ജോസഫ് അദ്ദേഹത്തിന്റെ കൈ വെട്ടിയ കാലഘട്ടത്തില്, അയാളുടെ കൈയല്ല കഴുത്താണ് വെട്ടേണ്ടതെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇദ്ദേഹം. അദ്ദേഹം പരിലാളനയിലായിരുന്നു. യൂസ് മെസ്സാജിങ്. കാരണം എന്താണ്? റിവാർഡിങ്. അത് റിവാർഡിങ് ആണ് അദ്ദേഹത്തിന്. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് ഈ പറയുന്ന ആശയത്തോടോ പാർട്ടിയോടോ ജനവിഭാഗത്തോടോ എന്തെങ്കിലും ബഹുമാനമോ സ്നേഹമോ ഉണ്ടോ? ഇതാണ് എല്ലാ പ്രീണനവാദികളെയും ശ്രദ്ധിക്കുക. ഒന്നുകിൽ അവരൊരു ഗാന്ധിയോ അല്ലെങ്കിൽ ഈ മാസ് നേതാവോ ആണ്. കൊടിയൊക്കെ എടുത്തിട്ട് പോയിരിക്കാണ്. പിന്നെ ഇവര് കാരണം ഇദ്ദേഹം ഒരു സമയത്ത് അറിയാതെ കൂവിപ്പോയി. പഴയ ദ ബ്ലൂ ഫോക്സിന്റെ കഥ അറിയാമല്ലോ. ബ്ലൂ ഫോക്സ്, നീലക്കുറുക്കൻ പോയിട്ട് മഴ വരുമ്പോഴും നീലക്കുറുക്കന് പേടിയാണ്. കാര്യം മഴ വന്നു കഴിഞ്ഞാൽ നിറമെല്ലാം ഒലിച്ചു. നിലാവ് കാണുമ്പോഴും കുറുക്കന് പേടിയാണ്. കാരണം എന്താണ്? നിലാവ് കാണുമ്പോൾ അറിയാതെ ആ കൂവിപ്പോ. അപ്പം താൻ ആരാണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവും, എക്സ്പോസ്ഡ് ആവും. ഇവിടെ അങ്ങനെ എക്സ്പോസ്ഡ് ആയ നേതാക്കൾ ആസിഡ് ടെസ്റ്റ് ആയിരുന്നു. ഗാന്ധിയുടെ ആസിഡ് ടെസ്റ്റ് ആണ്. വെദർ ഹി ലൈക്സ് ഓർ ഹി റെസ്പെക്ട് ഇസ്ലാം ഓർ ദാറ്റ് മച്ച്. അതും പണ്ടേ പുറത്തു പോയ ഒരു മകൻ ഇസ്ലാമിലേക്ക് പോയതിന് അദ്ദേഹത്തിന് ഒരിക്കലും അപമാനം തോന്നേണ്ട കാര്യമില്ല. സെക്കുലർ ആണോ തോന്നാതെ അവന്റെ തീരുമാനം, കൊള്ളാവിടാ, നിനക്ക് ഇഷ്ടമുള്ളിടത്ത് പോകാം. അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞു. നീ ജനിച്ച മതത്തിൽ നിൽക്കണമെന്നാണ് പറഞ്ഞത്. ഉറക്കമില്ല. കസ്തൂർബ ഗാന്ധിയാണ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചത്. കസ്തൂർബ പലരോടും ചെന്ന് പറഞ്ഞു. ഈ ഒരു കാര്യം, ഈ മതപ്രീണനവാദം ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് സെക്യുലറിസത്തിന്. MK ഗാന്ധിയുടെ തന്നെ ഒരു കാര്യം ഇവിടെ. MK ഗാന്ധി കോഓപ്പറേഷൻ മൂവ്മെന്റ്, നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റിന്റെ കൂടെ ഖിലാഫത്തിനെ കൊണ്ടുവന്നു. ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ എന്താ യഥാർത്ഥത്തിൽ? വളരെ സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. എത്ര വലിയ അപഹാസ്യമായ ആശയമാണ്. അതായത് തുർക്കിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ യൂറോപ്പ്, മറ്റേ ഇസ്രയേൽ, പാലസ്തീൻ, സൗദി അറേബ്യ, ഇറാഖ് എല്ലാം ഓട്ടോമൻ എംപയറിന്റെ ഒരു കരാള ഹസ്തങ്ങൾ. അവർ എംപയർ ആയിരുന്നു, ഒരു ഇമ്പീരിയൽ ഫോഴ്സ് ആയിരുന്നു. അവിടെ അതിനെതിരെ അറബ് രാജ്യങ്ങളിൽ അറബ് ദേശീയത ഉണ്ടാകുന്നു. സ്വാതന്ത്ര്യ സമരം. അങ്ങനെയാണ് ഈ സൗദി അറേബ്യ ഉണ്ടാകുന്നത്, ഇറാഖ് ഉണ്ടാകുന്നത്. അതായത് അറബ് വംശജർ തുർക്കി മേധാവിത്വത്തിനെതിരെ നടത്തിയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ അവസാനം ബ്രിട്ടീഷ്, ഫ്രാൻസ്, ഇറ്റലിയൊക്കെ ഉൾപ്പെടെയുള്ള ശക്തികളുടെ സഹായത്തോടു കൂടി അറേബ്യയിൽ രാജ്യങ്ങൾ ഉണ്ടായി വരുന്നത്. അപ്പോൾ അവിടെ നടന്ന ഒരു നാഷണൽ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് ഐഡന്റിറ്റി ആണ്. അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ ഒരു കമാൽ പാഷ എന്ന് പറയുന്ന ഒരു ജനറൽ ഉണ്ടായിരുന്നു. പുള്ളി അധികാരം പിടിച്ചെടുക്കുന്നു. പുള്ളി സെക്കുലറായിട്ട് മാറുന്നു, തുർക്കി സെക്കുലറായിട്ട് മാറുന്നു, ഖലീഫ എന്ന് പറയുന്ന സംഗതി ഇല്ലാതാവുന്നു. ഉടനെ എന്ത് ചെയ്യുന്നു? ഇന്ത്യയിലെ മുസ്ലിംസ്, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് 3 ഭാഗത്തുള്ള മുസ്ലിംസ് കാലിഫേറ്റിന്റെ പുനഃസ്ഥാപനം എന്ന് പറഞ്ഞ് സമരം തുടങ്ങും. അത് ആർക്കെതിരാണ്? അറബുകൾക്കെതിരാണ്. അത് ആർക്കെതിരാണ്? നാഷണൽ സ്ട്രഗിളിനെതിരാണ്. അത് ആർക്കെതിരാണ്? ലിബറേഷനെതിരാണ്. അതൊരു ആന്റി മോഡേൺ ആശയമാണ്. ഒരു ചക്രവർത്തിയെ തിരിച്ചു കൊണ്ടുവരിക.
ഗാന്ധിക്ക് എന്താന്ന് മനസ്സിലായി. ഗാന്ധി പറഞ്ഞു ഇതാണ് വേണ്ടത്. ദാറ്റ് മീൻസ് ദ ആന്റി സെക്യുലർ ആണ് ഈ പ്രീണനം എന്ന് പറയുന്നത്. ഒരു പ്രീണനവാദിക്ക് ഒരിക്കലും സെക്യുലർ ആവാൻ കഴിയില്ല. അങ്ങനെ ഒരു പാർട്ടിക്കോ, അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, സെക്യുലർ പാർട്ടി ഇന്ത്യയിൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് ഞാൻ പറയുമ്പോൾ പലരും എന്ന് ചോദിക്കുന്നത്, ഇവരെല്ലാം സെക്യുലർ പാർട്ടി എന്നാണല്ലോ പറയുന്നത്. സെക്യുലർ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയായിരുന്നു ഈ പറയുന്ന മാസ് ലീഡറിന്റെ പാർട്ടിയുടെ പേര് തന്നെ സെക്യുലർ പാർട്ടി. നോക്കൂ, ഇവിടെ ഇപ്പൊ എല്ലാവരും പറയുന്നത് എന്താണ്? അറബ് അനുകൂല നിലപാടുകളാണല്ലോ ഇവിടെ. അത് അറബ്, മറ്റേത് ഖുറാൻ എഴുതിയത് അറബിയിൽ. അങ്ങനെയാണെങ്കിൽ ഈ ഖിലാഫത്ത് ആൻറ്റി അറബാണ്. ഖിലാഫത്ത് എന്തിന്റെ കൂടെയാണ് കൂട്ടി കെട്ടിയത്? നാഷണലിസത്തോടും ഫ്രീഡം സ്ട്രഗിളിനോടും കൂടെ. യഥാർത്ഥത്തിൽ ഖിലാഫത്ത് ഇത് രണ്ടിനും എതിരാണ്. എത്ര അപഹാസ്യമായിട്ടുള്ള യോക്കിംഗ് ടുഗദർ ദ മോസ്റ്റ് ഹെട്രോജിനിയസ് ഐഡിയാസ്, ഏറ്റവും വിരുദ്ധമായ ആശയങ്ങളെ ഒരു മുഖത്തിൽ കൊണ്ടുവന്ന് കെട്ടാണ്. ദിസ് ഈസ് വാട്ട് അപ്പീസ്മെന്റ് ഡൂയിങ്. ഇത് നോക്കൂ, കമ്മ്യൂണലിസത്തെക്കാൾ എത്ര ഡിറേഞ്ച്ഡ് ആയിട്ടുള്ള, എത്ര വിലക്ഷണമായ ഒരു ആശയമാണ്. അന്ന് ടി.ആർ. ദാസ്, നെഹ്റു, ടാഗോർ ഇവരൊക്കെ ഗാന്ധിയോട് ചോദിച്ചു എന്താണ് ഇത് ചെയ്യുന്നത്? മോട്ടിലാൽ നെഹ്റു ആണ്. ഈവൻ ജിന്ന, മതം കൊണ്ട് രാജ്യം വെട്ടിപ്പിടിച്ച ജിന്ന പോലും പറഞ്ഞു ഇതെനിക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങളെ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. നിങ്ങൾ ഏതൊരു കമ്മ്യൂണൽ ആശയം എടുത്തുകൊണ്ട് വന്ന ഒരു നാഷണൽ സ്ട്രഗിൾ, പൊളിറ്റിക്സിൽ മതം ചേർക്കരുത്, അതാണ് സെക്യുലറിസം എന്ന് പറയുമ്പോൾ നിങ്ങൾ പൊളിറ്റിക്സ് എടുക്കുന്നു, മതം ഒഴിക്കുന്നു. എം കെ ഗാന്ധി പൊളിറ്റിക്സിൽ മതം ഒഴിച്ച ആളാണ് അദ്ദേഹം. മതം എവിടെയോ കിടക്കുന്നു, അതെടുത്തുകൊണ്ട് വന്ന് ഇന്ത്യൻ രാഷ്ട്രീയം പിന്നെ അതിനുശേഷം രക്ഷപ്പെട്ടിട്ട്. ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതാണ്. സീ ദ ഡേഞ്ചർ. അതാണ് അപ്പീസ്മെന്റിന്റെ ഒരു വലിയ ഡേഞ്ചർ. അതാണ് നമ്മൾ ഇപ്പോഴും നമ്മുടെ നേതാക്കളെല്ലാം വിചാരിക്കുന്നത് ഇങ്ങനെയാണ്. ക്ലിയറിംഗ് കോൺട്രഡിക്ഷൻ ഞാൻ പറഞ്ഞത്. മെനി അറബ്സ് ഈ ഓട്ടോമൻ ചക്രവർത്തികളെ, സൗദി അറേബ്യയിലൊക്കെയുള്ള അറബ്സ്, നമ്മുടെ കിങ് സൽമാന്റെ ഒക്കെ മുൻഗാമികൾ, അവർ കരുതിയിരുന്നത് ഒപ്രസേഴ്സ് ആയിട്ടാണ്. ആ ഒപ്രസറെ അടിച്ചു മാറ്റുകയാണ് അവർ ചെയ്തത്. അറബുകാർക്ക് സ്വാതന്ത്ര്യം. അന്നേരം കാണാം ഇന്ത്യയിലെ മുസ്ലിംസ്, അവർക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അറിയാം, നോക്കൂ നമ്മൾ അടിച്ചിറക്കിയതിനെതിരെ ഏതോ അവന്മാര് സമരം ചെയ്തിരിക്കുന്നു. പല ലെവലും. ആൻഡ് ഇറ്റ് റെക് ഡെമോക്രസി, ഹിസ്റ്റോറിക്കൽ ഡാമേജ് നോക്കുക. ഇന്ത്യയിൽ ഈ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ സോക്കോൾഡ് പ്രീണനവാദം നന്നായിട്ട് വില വിറ്റുപോയൊരു സ്ഥലമാണ് ഇന്ത്യ. പക്ഷെ ഇന്ത്യയിൽ അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടോ? വിഭജനത്തിന് മുന്നേയും ശേഷവും ഉണ്ടായിട്ടുള്ള കമ്മ്യൂണൽ റൈറ്റ്സും ടെൻഷനും നോക്കൂ. ഇവിടെ എല്ലാം ഉണ്ടായിട്ടുണ്ട്. കമ്മ്യൂണലിസത്തിന്റെ പാരമ്പര്യത്തിൽ ഉണ്ടാകുന്ന ഒന്നാണ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്. ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കമ്മ്യൂണൽ ക്ലാഷസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ലക്ഷക്കണക്കിന്, ദശലക്ഷക്കണക്കാണ് ആളുകളാണ് മരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു ട്രെയിനകത്തൊക്കെ കണ്ടില്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആളുകളുടെ. ഇവിടെ എന്തായിരുന്നു അതിനെ നേരിടാൻ ഉണ്ടായിരുന്ന? പ്രീണനം. ഇവിടെ കമ്മ്യൂണലിസം പോലും അത്ര ഉണ്ടായിരുന്നില്ല. ബട്ട് ആക്ച്വലി പ്രീണനം എന്ന് പറയുന്ന ഒരു സംഗതി, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഓൾ ദീസ് റിഗ്രസീവ് സൈഡ്സ് ടു ഇറ്റ്. അവസാനം സംഭവിച്ചത്, ഒരു പക്ഷേ ഇതില്ലായിരുന്നെങ്കിൽ ഇത്ര ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമുണ്ട്. സോ ഡെമോക്രസി എന്ന് പറയുന്നത് ഡിറൈൽഡ് ആവും. കാരണം എന്താ അറിയോ? കമ്മ്യൂണൽ അപ്പീസ്മെന്റ് നടത്തുമ്പോൾ പിന്നെ കമ്മ്യൂണിറ്റിക്കും റിലീജിയനുമാണ് പ്രാധാന്യം. ഇവർ പെട്ടി തൂക്കിയെടുത്തോണ്ട് പുറകെ നടക്കണം. ആളുകൾ ഉടനെ ഈ മത നേതാവിന്റെ അല്ലെ ജാതി നേതാവിന്റെ പുറകെ പോകണം. അവർക്ക് ഇഷ്ടമുള്ളത് എന്താണോ ശരി, അവർക്ക് ഇഷ്ടമുള്ളത് എന്താണോ തെറ്റ്, അവർക്ക് ഇഷ്ടമില്ല. എന്താണോ പാഠപുസ്തകത്തിൽ വേണ്ടത് അവർ അംഗീകരിക്കുന്നത്, എന്തോ പാഠപുസ്തകത്തിൽ വേണ്ടാത്തത് അവർ അംഗീകരിക്കാത്തത്. അത്ര എളുപ്പം. ജന്തുവിന്റെ ജനാധിപത്യം. ഇത് താലിബാനും ഇങ്ങനെ തന്നെയല്ലേ? ഇവിടെ ഒരു താലിബാൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? ആക്ച്വലി മതം പറയുന്നിടത്ത് ഒപ്പിടുകയും മുത്തുകയും ചെയ്യുന്ന നേതാക്കളും പാർട്ടികളും മാത്രമേ ഉള്ളൂ ഇവിടെ. നിങ്ങൾ വിചാരിക്കുന്ന അപ്പീസ്മെന്റ് ആണെന്ന്. അപ്പീസ്മെന്റ് അല്ല ഇത്. ആക്ച്വലി അപ്പീസ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു ലെവലിൽ അത് ജനാധിപത്യത്തെ തന്നെ ഇല്ലാതാക്കുകയാണ്, മതേതരത്വത്തെ മാത്രമല്ല. ഇനി വേറൊരു ഡിവിഷൻ ഉണ്ട്, ഒരു സ്യൂഡോ ഡിവിഷൻ ഇവിടെ ഉണ്ട്. ചില പാർട്ടികൾ സെക്യുലർ ആണ്, കമ്മ്യൂണൽ ആണ്. ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഇപ്പോൾ BJP ഒരു കമ്മ്യൂണൽ പാർട്ടിയാണ്. കാരണം അവരുന്നയിക്കുന്ന പല ആശയങ്ങളും, ഇപ്പൊ രാമൻ തൊട്ട് കുഴിച്ചുനോട്ടം തൊട്ട് ഗുജറാത്ത് കലാപം തൊട്ട് ഒരുപാട് കാര്യങ്ങളിൽ ഒരു മതത്തിന്റെ അതിനെ കൺസോൾഡേറ്റ് ചെയ്ത് ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കി അതുവഴി അധികാരം പിടിച്ചെടുക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ നമ്മൾ കമ്മ്യൂണൽ പാർട്ടി എന്ന് പറയുന്നു. ഓക്കെ, ഗുഡ് ആൻഡ് ഫൈൻ. പക്ഷെ അത് എന്തുകൊണ്ടാണ് അവർക്ക് സാധിച്ചത് എന്നുള്ളതിന്റെ കാരണം, വി ഹാവ് എ ലോങ് ഹിസ്റ്ററി ഓഫ് അപ്പീസ്മെന്റ് ആണ് നമ്മളുടെ ജനറൽ സിലബസ്. ഇതൊരു കുറച്ചുകൂടെ
ഒബിയസ് ആയിട്ട് അവർ ചെയ്തു. ഇന്ത്യയിലെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള മോഡേൺ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ 2 കലാപങ്ങളായിട്ട് എണ്ണപ്പെടുന്നത് 1984 ആൻഡേ സിഖ് റൈറ്റ് ഇൻ ഡൽഹി, ഇന്ദിരാഗാന്ധിയുടെ മരണത്തോടനുബന്ധിച്ച് വൻമരം വീഴുമ്പോൾ ചെടികളും കുറ്റിച്ചെടികളും എല്ലാം നശിക്കുന്ന ആ ഒരു. മറ്റൊന്ന് ഗുജറാത്ത് കലാപം 2002. ഈ 2 കലാപങ്ങൾ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കേ. ഗുജറാത്ത് കലാപത്തില് പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് BJP സംഘപരിവാർ ശക്തികളെ. ആക്ച്വലി അതൊരു വർഗീയ കലാപമാണ്. കൂടുതൽ വിക്ടിംസ് മുസ്ലിങ്ങളുടെ ഭാഗത്താണ് കൂടുതൽ വിക്ടിംസ് ഉണ്ടായിരുന്നത്. ഒരു വർഗീയ കലാപത്തിന്റെ എല്ലാ ഇതും ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് ഹിന്ദുക്കൾക്ക് അനുകൂലമായി നിസ്സംഗത പാലിച്ചു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ മോദിക്കെതിരെയൊക്കെ ഉന്നയിക്കപ്പെടുന്ന കുറ്റം. അപ്പോ ഇറ്റ് ഈസ് എ ക്ലാഷ് ബിറ്റ്വീൻ മുസ്ലിംസ് ആൻഡ് ഹിന്ദുസ്. നമ്മുടെ ഔദ്യോഗിക കണക്കനുസരിച്ച് 1000 പേരിലധികം മരിച്ചു, 790 മുസ്ലിംസ്, 250 ഹിന്ദുസ് എന്നൊക്കെയാണ് അതിന്റെ കണക്ക്. അനൗദ്യോഗിക കണക്കുകൾ അതിനേക്കാൾ ഏറെയാണ്. ബട്ട് എനിവേ ഇറ്റ് ഈസ് ബിറ്റ്വീൻ ഹിന്ദുസ് ആൻഡ് മുസ്ലിം. പിന്നെ ഗോദ്രയെ കുറിച്ച് പറയുന്നു, വർഗീയ കലാപമാണ്. അതിന് മുന്നേ കലാപങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ കലാപം സോ ഇറ്റ്സ് എ കമ്മ്യൂണൽ റൈറ്റ്. കൂടുതൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ സ്റ്റേറ്റിന്റെ പങ്കാളിത്തം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് പറയുന്നത്. വാട്ട് ഹാപ്പൻ ഇൻ 1984? 1984 ഇന്ദിരാഗാന്ധി മരിച്ചതിന് ശേഷം സിഖുകാർക്കെതിരെ നടന്ന കൊലപാതകം എത്നിക് ക്ലെൻസിംഗ് ആണ്. ഇറ്റ്സ് നോട്ട് എ കമ്മ്യൂണൽ റൈറ്റ്, ഇറ്റ്സ് എ ജനോസൈഡ്. ഇതിന്റെ 4 ഇരട്ടി മരണം ഉണ്ടായി. ചില അനൗദ്യോഗിക കണക്കുകൾ അനുസരിച്ച് 17,000 പേര് വരെ കൊല്ലപ്പെട്ടു ഇന്ത്യയിലാകമാൻ സിഖുകാർ. ഡൽഹിയിലൊക്കെ വോട്ടേഴ്സ് രജിസ്റ്റർ എടുത്തു വെച്ച് നോക്കിയിട്ട് സിഖ് ഫാമിലിയെ ഐഡന്റിഫൈ ചെയ്തിട്ട് പോയി കൊല്ലുകയായിരുന്നു. നിങ്ങൾ അതിന്റെ ഇത് നോക്കുമ്പോൾ നമ്പർ 1 ആയിട്ട് ശിക്ഷിക്കപ്പെട്ട നേതാക്കളും ഇൻവോൾവ് ആയിട്ടുള്ള നേതാക്കളും പാർട്ടിയൊക്കെ നോക്കുമ്പോൾ കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ഈസ് എ സെക്കുലർ പാർട്ടി, നോട്ട് എ കമ്മ്യൂണൽ റൈറ്റ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. 2 കമ്മ്യൂണിറ്റികൾ തമ്മിലാണ് അടിക്കുന്നത്. അതൊരു ഇതാണ്. പക്ഷെ ഇവിടെ സിഖുകാർ പ്രതിരോധിക്കില്ല. അവരും സിഖുകാർ ആയിട്ട് ആരുമായിട്ട് മത്സരിക്കുകയല്ല, സിഖുകാർ കൊല്ലപ്പെടുകയാണ്. അവർ പ്രതിരോധിക്കുന്നൊന്നുമില്ല. അവർ വിക്ടിംസ് ആണ് അവിടെ. മറ്റേതിന്റെ ക്ലാഷ് അല്ല. ഈ അടുത്തിടെ 2025 ആം ആദ്മി പാർട്ടി ഡൽഹി യൂണിറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അവർ പറഞ്ഞു ഡൽഹി കലാപത്തിന്റെ പിന്നിലെ BJPയുടെയും RSSന്റെയും പങ്ക് അന്വേഷിക്കും എന്ന് പറഞ്ഞൊരു പ്രമേയം അവർ പാസ്സാക്കി, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം നടത്തി. ഞാൻ ശ്രദ്ധിച്ചു. സെയിം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഇഷാൻ ജാഫ്രി, അദ്ദേഹത്തിന്റെ വൈഫ് കൊടുത്ത ഒരു കേസിൽ തന്റെ വീട് ആക്രമിച്ചതിൽ കോൺഗ്രസിന്റെ കോർപ്പറേറ്റ് കൗൺസിലറും ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. പല ലോക്കൽ സ്ഥലങ്ങളിലും കോൺഗ്രസ് പാർട്ടിക്കാരും 2 ഭാഗത്തുമായി അണിനിരന്നിട്ടുണ്ട് എന്ന് പറയും. 2 ഭാഗത്തും കൂടുതൽ ഹിന്ദു ഭാഗത്താണ് അണിനിരന്നിട്ടുള്ളത്. നിങ്ങൾ എന്താ ഇതിനകത്ത് മനസ്സിലാക്കുന്നത്? ഡൽഹിയിൽ സിഖ് റൈറ്റ്സ് നടക്കുമ്പോൾ ഇന്ദിരാഗാന്ധിയെ വധിച്ചതിലുള്ള ആ ഒരു പ്രശ്നം സിഖുകാർക്കെതിരെ കലാപത്തിന് ആഹ്വാനം കൊടുക്കുന്നു. അവർ കൊല്ലപ്പെടുന്നു. അവിടെ ഞാൻ ഈ എടുത്തിരിക്കുന്നത് ശേഖർ ഗുപ്തയുടെ 2018 അദ്ദേഹം പ്രിന്റിൽ എഴുതിയൊരു, അദ്ദേഹം അവിടെ സ്പോട്ടിൽ പോയി സന്ദർശിച്ച ആളാണ്. പുള്ളി പറയുന്നത് എന്താണ്? കോൺഗ്രസ് വാസ് ഇൻവോൾവ് ഇൻ 1984 ആന്റി സിഖ് റൈറ്റ്സ്. ഐ സോ ആൻഡ് റിപ്പോർട്ടഡ്. ഞാനത് കണ്ടതാണ്. പുള്ളി പറയുന്ന ഒരു വാചകമാണ്, they knew they were not dealing with the Delhi police anymore, which was incompetent where it was in complicit. Complicit അല്ലാത്തടത്തെല്ലാം ഇൻകോമ്പിറ്റന്റ് ആയിട്ടുള്ള ഡൽഹി പോലീസ്. അവരല്ല ഈ കലാപം നേരിടുന്നതെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് കലാപം പെട്ടെന്ന് തീർന്നു. ആർമി ഇറങ്ങി, കലാപം തീർന്നു. അതാണ് ഡൽഹിയിൽ നടന്നത്. ഇവിടെ 2 ഇടത്ത് സംഭവിച്ചു. കേരളത്തിൽ അടുത്തിടെ നടന്നിട്ടുള്ള 2 കലാപങ്ങൾ, വർഗീയ കലാപങ്ങൾ. ഈ അപ്പീസ്മെന്റ് മെർച്ചൻസിനോട് ഞാൻ ചോദിക്കുകയാണ്, മാറാടും പിന്നെ ഇവിടെ നാദാപുരവും പാർട്ടികളെ ഏറ്റുമുട്ടി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത് 2 കമ്മ്യൂണിറ്റികളായിരുന്നു. അത് 2 കമ്മ്യൂണിറ്റികളായിരുന്നു. എല്ലായിടത്തും സംഭവിക്കുന്നത് ഈ പാർട്ടികൾ എന്ന് പറയുന്നത് ആക്ച്വലി ദേ ബിക്കം ഇറലവന്റ്. റിലീജിയൻ അവരാണ് പിന്നെ സീറ്റിലിരിക്കുന്നത്. അതിനെ പാമ്പർ ചെയ്യുകയും ഫാൻ ചെയ്യുകയും മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ചെയ്യുന്നത്. പക്ഷെ നമ്മളിവിടെ പറയുന്നത് സെക്കുലർ പാർട്ടികളും കമ്മ്യൂണൽ പാർട്ടികളും ഉണ്ടെന്നാണ്. ഞാൻ പറയുന്നത് അങ്ങനെ പാർട്ടികളില്ല.
അങ്ങനെ പാർട്ടികൾ ഉണ്ടാവാനും സാധിക്കില്ല. കാരണം റിലീജിയൻ അത്രമാത്രം അപ്പർ ഹാൻഡ് ഇന്ത്യൻ പൊളിറ്റിയിൽ ഉണ്ടായി കഴിഞ്ഞു. ഒരു റിലീജിയന്റെ ബി ടീമായിട്ടോ ഇൻഫ്ലുവൻസർ ആയിട്ടോ പ്രൊമോട്ടർ ആയിട്ടോ മാത്രമേ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റൂ. അതിവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് ഗാന്ധിയൻ ലെഗസിയാണത്. ഗാന്ധിക്കെതിരെയല്ല പറഞ്ഞത്, ഗാന്ധിയൻ പൊളിറ്റിക്സിനെതിരെയാണ് ഞാൻ. ഈ പ്രീണനം എല്ലാം വരുന്നത് അതാണ്. ഓരോരുത്തരിങ്ങനെ ഗാന്ധിയുടെ പടമൊക്കെ എടുത്ത് നെറ്റിയിൽ ഒട്ടിച്ചുകൊണ്ട് നടക്കുന്നത്. അത് നല്ല രാഷ്ട്രീയമല്ല, അത് റിഗ്രസീവ് ആണ്, ഡേഞ്ചറസ് രാഷ്ട്രീയമാണത്. ഒരു സെക്കുലർ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതമല്ല പ്രാഥമികമായിട്ട് അവിടെ വരേണ്ടത്, മതേതരമാണ്. ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഈ അടുത്തിടെ ഈ മതപ്രീണനവാദികളുടെ ഒരു ഇത്, നിങ്ങൾക്ക് മണിപ്പൂരിലൊരു കലാപം ഇത് വർഷങ്ങളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സെക്കുലർ വേദികൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? അവിടെ ഹിന്ദുക്കള് ക്രിസ്ത്യാനികളുടെ പള്ളി അടിച്ചു തീർക്കുന്നതാണ് പ്രശ്നം. അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ കുറെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അവരുടെ മത നേതാക്കളും എല്ലാം കൂടെ ഒത്തിരുന്ന ഒരു പ്രാർത്ഥനയും സത്യാഗ്രഹവും ഒക്കെ നടത്തി ഗാന്ധിജി കണക്ക് ഈശ്വര അള്ള തേരാരാമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രശ്നം തീരേണ്ടതാണ്. തീരുമോ? തീരില്ല. ഇനിയും ഉണ്ടാവും. ഉണ്ടായിരുന്നോ? കഴിഞ്ഞ 75 വർഷമായിട്ട് ഉണ്ടായിരുന്നു. കാരണം എന്താണ്? അതിന്റെ അടിസ്ഥാന സമവാക്യങ്ങൾ അതല്ല. അത് അറിഞ്ഞു വെച്ചുകൊണ്ട് ഇവിടെ വിറ്റഴിക്കാമല്ലോ എന്ന് പറഞ്ഞ് അവരാണല്ലോ ഈ സെക്കുലർവാദികൾ. എന്താ പറയുന്നത്? ഈ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധയും കാലുഷ്യവും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ സംസാരിക്കരുതെന്നാണ് ഇവർ പറയുന്നത്. എന്താണ്? എവിടെയോ ദൂരെയുള്ള മണിപ്പൂരിൽ അവിടെ നടക്കുന്ന ഒരു എത്തനിക് ആയിട്ടുള്ള വംശീയമായിട്ടുള്ള ഒരു റെക്കറന്റ് ആയിട്ടുള്ള കലാപം, അവിടെ പ്രധാനമന്ത്രി ആരായാലും പ്രസിഡന്റ് ആരായാലും അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതി അതിനെ ആളിക്കത്തിക്കുകയും ചെയ്തു. കോടതിയുടെ ഒരു കോൺട്രിബ്യൂഷൻ ഇന്ന ടിക്കറ്ററ. അങ്ങനെ ഒരു കലാപത്തെ ഇവിടെ വിറ്റഴിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? ഇവിടെ ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്. ഒരുമാതിരി ചുവ ജീവിച്ചു പോവുകയാണ്. അവിടെ ക്രിസ്ത്യാനിയോട് പറയണ, ഇതോ അവിടെ നടക്കുന്ന കലാപം നിങ്ങളുടെ കൂട്ടർക്കെതിരെ ലവന്റെ കൂട്ടർ നടത്തുന്ന പ്രശ്നമാണ്. ഇത് തന്നെയാണ് ഈ പറയുന്ന ബ്ലാസ്ഫമി നിയമം എന്ന് പറഞ്ഞ് നമ്മളെയൊക്കെ അറസ്റ്റിലാക്കുന്ന ആ നിയമത്തിന്റെ പരിധി വരുന്നതാണ്. ഇൻസൈറ്റ്മെന്റ് ഓഫ് വയലൻസ്, ഹേറ്റ്രഡ്, രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ വെറുപ്പുണ്ടാക്കുക. ഉള്ളതാണോ ഇല്ലയോ? അവർ തമ്മിൽ വെറുപ്പുണ്ടാക്കുകയാണ്. എന്നിട്ട് ഇവിടെ പ്രകടനം നടത്തി. ഒരു പ്രകടനത്തിന്റെ കാര്യമാണ് എഴുതിയിരിക്കുന്നത്. 2023 ജൂലൈ 26 യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത മണിപ്പൂർ ഐക്യദാർഢ്യ ദിനാചരണത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് സംഘടിപ്പിച്ച റാലിയിൽ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ച സംഭവത്തിൽ നടപടി. കാഞ്ഞങ്ങാട് നഗരസഭയിലെ അബ്ദുൾ സലാമിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയതായി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒരു മുദ്രാവാക്യം വിളിച്ചു. ഇതാണ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മുസ്ലിം ലീഗ് നടത്തിയ ഒരു റാലിയിൽ വന്ന മുദ്രാവാക്യങ്ങളെല്ലാം ഒരുമാതിരി അവല് മലര് മോഡലായിരുന്നു. മണിപ്പൂരിൽ നടക്കുന്ന കലാപം, ഇവിടെ ഐക്യദാർഢ്യം, എണ്ണതേപ്പ്. അതിനകത്ത് വന്ന മുദ്രാവാക്യം എന്താ? അമ്പലനടയിൽ കെട്ടിത്തൂക്കി കത്തിക്കുന്നു. അങ്ങനെയൊക്കെ നടക്കുന്ന സാധനം. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ അപ്പീസ്മെന്റ് ഞങ്ങൾ വെറും അപ്പീസ്മെന്റ് നടത്തുന്നുണ്ട്. ഇതിനേക്കാൾ വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമുണ്ടോ? നിങ്ങൾ ഇത് ഉൽപ്പാദിപ്പിച്ചെടുക്കുകയാണ്. സോ ഫോസ്റ്റേഴ്സ് ഡിവിഷൻ ഓൺ കമ്മ്യൂണിയൽ ലൈൻസ്. അല്ലാതെ ഇത് ന്യൂട്രൽ ഒന്നും അല്ല. അപ്പീസ്മെന്റ് എന്ന് പറഞ്ഞാൽ വെരി ഡേഞ്ചറസ്. പിന്നെ ഞാൻ വേറെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചിത്രമാണ്. എന്നാലും നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാരെയും നമ്മുടെ നേതാക്കളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരെന്തുമാത്രം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. എങ്ങനെ ഈ മതങ്ങളെ പ്രീതിപ്പെടുത്തുക. ഞാനിത് പറയാം, ഇത് നമ്മുടെ യുദ്ധം വെടിനിർത്തൽ കഴിഞ്ഞിട്ടുള്ള ചാനലുകാരുടെ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു കാർട്ടൂണാണ്. അപ്പൊ ഇതിനേക്കാൾ ഭീകരമാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും ഈ പ്രീണനവാദികളുടെയും ഒക്കെ ഒരു അവസ്ഥ. അവരങ്ങ് പണിയെടുക്കുകയാണ്. നിങ്ങൾ മതത്തെ, അതായത് ഏറ്റവും ഫെയർ ആയിട്ട് മതത്തിനെതിരെ വരുന്ന ക്രിറ്റിസിസം പോലും ഒരു ക്രിമിനൽ ആക്ട് ആയിട്ട് അവർ ചിത്രീകരിക്കുക. അപ്പം ടെററിസമോ എന്ത് സംഗതി അതല്ല, അതൊക്കെ കുഴപ്പമില്ല. അതല്ല നിങ്ങൾ അതിനകത്ത് നോക്കുന്നത്. അവിടെ ആ സമുദായത്തിൽപ്പെട്ട ഒരാൾ പാല് വാങ്ങിച്ചിട്ട് പാല് പഞ്ചസാര ഇടാതെ കുടിച്ചു. നിങ്ങൾ എന്താണ് അത് കാണാത്തത്? ഇമാതിരി വർത്തമാനങ്ങളാണ്. എന്നാൽ മതത്തിന്റെ തിന്മകളൊന്നും മതത്തിന് ബാധകമല്ല. മതത്തിന് ഉള്ളതും ഇല്ലാത്തതുമായ നന്മകളെല്ലാം മതത്തിന്റെ അഭിമാന സ്തംഭങ്ങളാണ്. ഇതാണ് പ്രീണനവാദികൾ പറയുന്നത്. അവർ ദേ ആർ മോർ ഡേഞ്ചറസ് ദാൻ കമ്മ്യൂണൽ പീപ്പിൾ. കമ്മ്യൂണലിസം എന്ന് പറഞ്ഞാൽ ഒന്ന്, അത് വളരെ ഡയറക്റ്റ് ആണ്, കാണാൻ കഴിയും.
അകറ്റി നിർത്താൻ കഴിയും, പ്രതിരോധം എടുക്കാൻ കഴിയും. പക്ഷെ പ്രീണനവാദികളെ എന്ത് ചെയ്യാൻ കഴിയും? അവര് പറയുന്നതാണ്, അവരെന്തോ സെക്കുലറിസം കാക്കാൻ നിൽക്കുന്നു, സമൂഹത്തിലെ ഹാർമണി കാക്കാൻ നിൽക്കുന്നു, ജനങ്ങൾക്കിടയിലുള്ള ഐക്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇറ്റ്സ് വെരി ഡിസെപ്റ്റീവ്. വർഗീയവാദികൾ അത്രയും ഡിസെപ്റ്റീവ് അല്ല. ഇപ്പൊ BJP വർഗീയ പാർട്ടിയാണോ? ഓക്കെ, വർഗീയ പാർട്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം. മറ്റു പാർട്ടികൾ അങ്ങനല്ല. ദേ ക്ലെയിം ടു ബി സെക്കുലർ ആൻഡ് ദേ ആർ വെരി ഡിസെപ്റ്റീവ്. സോ അതുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഞാൻ ഇത്രയും സ്ലൈഡുകളിലൂടെ പറഞ്ഞ ഒറ്റ ആശയം ഒന്നുകൂടെ പറയുകയാണ്. ഈ മതപ്രീണനം അല്ലെങ്കിൽ കമ്മ്യൂണൽ അപ്പീസ്മെന്റ് അല്ലെങ്കിൽ കമ്മ്യൂണൽ മസാജ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ ഗ്രഹിച്ചിട്ടുള്ള ഒരു മഹാർബുദമാണ്. ഇത് തുടങ്ങിയിട്ട് കാലം കുറേയായി. ഇത് അന്ന് തുടങ്ങി വെച്ചുള്ള എല്ലാ ദുരന്തങ്ങളും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ ലെഗസികൾ നമ്മൾ കൊണ്ടാടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയം ഇല്ലാതാവുകയും മതം പ്രിഡോമിനേറ്റ് ചെയ്തതിൻ്റെയും കാരണം ഈ പ്രീണനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ക്ഷമയ്ക്കും സഹനശേഷിക്കും 1000 നറുപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. എൻ്റെ ചോദ്യം ടിബറ്റിനെ കുറിച്ചാണ്. ടിബറ്റ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ചൈന പിടിച്ചെടുത്തത്. വളരെ പതിറ്റാണ്ടുകൾ നീണ്ട പ്ലാനിങ്ങും പ്രവർത്തനവും അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ നെഹ്റുവിന് ആ വിഷയം റൈസ് ചെയ്യാമായിരുന്നു. പക്ഷെ നെഹ്റു ആണ് ഇന്റർനാഷണലായിട്ട് ടിബറ്റ് ഒരു പ്രശ്നമല്ല, ചൈനയ്ക്ക് വിട്ടുകൊടുക്കാനുള്ള തീരുമാനം എടുത്തതും അത് നടപ്പിലാക്കിയത് നെഹ്റു ആണെന്നാണ് ഞാൻ കരുതുന്നത്. സാറിൻ്റെ അഭിപ്രായം എന്താ? നെഹ്റുവിന് ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ലോകം ഇന്നേത്തോടെ തുടങ്ങിയതിന് ശേഷം മനുഷ്യന്റെ പൊളിറ്റിക്ക് ബേസിക് നിയമം എന്താ അറിയാം? മൈറ്റ് ഈസ് റൈറ്റ്. അപ്പൊ നമ്മള് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താ പറയാ, പണമുള്ളവനെ അംഗീകാരമുള്ളൂ എന്ന് പറയുന്നില്ലേ? ഈ പണം എന്ന് പറഞ്ഞാൽ എന്താ? മൈറ്റാണ്. പണം വെച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ വാങ്ങിക്കാം. ഗുണ്ടയെ വിടാൻ പറ്റും, വണ്ടി വാങ്ങിക്കാൻ പറ്റും, വീട് വെക്കാൻ പറ്റും, ജഡ്ജിക്ക് കൈക്കൂലി കൊടുക്കാൻ പറ്റും, നേതാവിനെ മറിക്കാൻ പറ്റും. മൈറ്റാണ്. മൈറ്റ് ഈസ് റൈറ്റ് എന്ന് പറയുന്ന സംഗതിയാണ് മനുഷ്യൻ അവിടെ ആ ഗുഹാമനുഷ്യൻ ഉണ്ടല്ലോ, അവിടെ കിടന്ന് ഗുഹയിൽ നിന്ന് ഇങ്ങനെ പറക്കി കഴിച്ചുകൊണ്ടിരുന്നത്, അവൻ തൊട്ടുള്ള കാര്യം ഇത് തന്നെയാണ്. പിന്നെ നമ്മളിപ്പോൾ ഇപ്പോഴും പറയുമ്പോഴും നമ്മുടെ രാഷ്ട്രീയത്തിലും അടിസ്ഥാനപരമായ സംഗതി ഇതൊക്കെ തന്നെയാണ്. നെഹ്റുവിന്റെ കയ്യിൽ നെഹ്റു എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? നെഹ്റു പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ന്യായം, ആയുധങ്ങൾ എന്തിനാണ് റഫേൽ? ചുമ്മാ ഞാൻ പറഞ്ഞു, അന്ന് റഫേൽ ഒന്നും ഇല്ല. എന്തിനാണ് Su-57 എന്നുള്ള മോഡൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ട് അദ്ദേഹം വിചാരിച്ചു എല്ലാവരും ഒരു ഐഡിയലിസ്റ്റ് ആയിരുന്നു. നെഹ്റു ഒന്നും യഥാർത്ഥത്തിൽ ആ രീതിയിൽ, നെഹ്റുവിനെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ പ്രസന്റേഷൻ ഞാൻ നെഹ്റുവിന്റെ ഒരു കത്തായിരുന്നു ഞാൻ കോട്ട് ചെയ്തത് നമ്മുടെ സംവരണം സംബന്ധിച്ച്. പക്ഷേ നെഹ്റുവിന്റെ ഈ ചൈന എന്തുകൊണ്ടാണ് ചൈന നമുക്ക് ഇന്നും ഒരു വലിയൊരു പ്രശ്നമായിട്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഒന്ന്, നെഹ്റുവിനെ വഞ്ചിച്ചു ചൈന എന്നാണ് നമ്മൾ പറയുക. നെഹ്റു അവസാനം മരിക്കുന്ന കാലഘട്ടത്തിൽ പുള്ളിയുടെ കൈയൊന്നും ശരിക്കും വർക്ക് ചെയ്യുന്നില്ല, ഒരു തളർവാദം പോലെ ഒക്കെ ആയിരുന്നു. വാക്കബ് പോയിരുന്നു, ഭയങ്കരമായിട്ട് അങ്ങ് അപ്സെറ്റായി മനുഷ്യൻ. ഇവന്മാർ ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ളതാണ്. പിടിച്ചോണ്ട് പോയി, പഞ്ചശീല തത്വമൊക്കെ ഉണ്ടാക്കി ടൗണിലായി ഒക്കെ ആയിട്ട് ഭയങ്കര സൗഹൃദമായിരുന്നു. പക്ഷെ ഇന്ന് നോക്കുമ്പോൾ എന്താ, അന്നുണ്ടായിട്ടുള്ള ആ മുറിവ് ഇന്നും ഉണർന്നിട്ടില്ല. ഇന്നിപ്പോ നമ്മളൊരു റഫാല് വീണു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ആളുകൾ ഉണ്ടാക്കുന്നു. ആരാ റഫാല് വീഴ്ത്തിയത്? ഇവൻ അടുത്തിരിക്കല്ലേ. ഇവന്റെ PL-15 എന്ന് പറയുന്ന മിസൈൽ അല്ലേ. നമ്മൾ കരുതി അത് 200 കിലോമീറ്റർ വരെയൊക്കെ വരുമെന്ന്, അത് 300 കിലോമീറ്റർ വരെ വന്നു എന്ന് പറയുന്നത്. അതാണ് ഒരു മിസ്റ്റേക്ക് ആയിട്ട് പറയുന്നത്. അപ്പൊ വീണ്ടും പറയുന്നു, ഇപ്പോ സിന്ധു നദീതർക്കത്തില് പാകിസ്ഥാന് വെള്ളം കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഇടപെടും എന്നൊക്കെ ഒരു വാർത്ത അതിനകത്ത് വന്നിരിക്കുന്നു. എന്ത് വലിയ ദുരന്തമാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന് ആലോചിച്ചു. നെഹ്റു ചെയ്തത് ഈ പറയുന്ന ദലൈലാമയ്ക്ക് ഇന്ത്യക്ക് ഇത് കൊടുത്തതാണ്. നെഹ്റു ചെയ്തത് ശരിയല്ലേ? ശരിയാണ്. അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരെന്താ പറഞ്ഞത്? ഇത് ശരിയല്ല, ഇത് ശരിയല്ല അവർ പറഞ്ഞുകൊണ്ടിരുന്നു. അതായത് ഒരു എന്താ പറയുന്നത്, ഇന്നത്തെ നമ്മൾ പൊളിറ്റിക്സിലെ പ്രത്യേകിച്ച് ഈ പാലസ്തീനെ അതേ സാധനത്തിൽ ഈ ടിബറ്റ് ഒന്ന് ഇട്ടു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവരൊക്കെ ഏത് പക്ഷത്താണ്. നെഹ്റു അങ്ങനെ ചെയ്തത് നല്ല കാര്യമാണ് ചെയ്തത്, ശരിയാണ് ചെയ്തത്, ഞാൻ അതിനെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ നെഹ്റു ഒരു കാര്യം പറയുമ്പോൾ അതിന് വെയിറ്റ് വേണമെങ്കിൽ ആ ഏത് രാജ്യത്തെയാണ് നെഹ്റു റെപ്രസെന്റ് ചെയ്യുന്നതെന്നുള്ളത് വളരെ. ഇപ്പൊ ട്രംപ് പറയുന്ന ലോകോത്തര മണ്ടത്തരങ്ങളും വൃത്തികേടുകളും എന്തുകൊണ്ടാണ് ലോകം സംസാരിക്കുന്നത്? ബിക്കോസ് ഈസ് ദ US പ്രസിഡന്റ്, അമേരിക്കൻ പ്രസിഡന്റ് ആയതുകൊണ്ടാണ്. നെഹ്റു അങ്ങനെ ഒരു രാജ്യത്തെ റെപ്രസെന്റ് ചെയ്തതല്ല. നെഹ്റു പറഞ്ഞത് സത്യസന്ധമായ നല്ല കാര്യമാണ്. പക്ഷേ നെഹ്റു മാത്രമല്ല, അദ്ദേഹത്തിന് ഈ സോഷ്യലിസ്റ്റ് പ്രശ്നം കാരണം നിങ്ങൾ പറഞ്ഞ ആ ചോദ്യം വളരെ എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത്, ചെക്കോസ്ലോവാക്യയിലും ഹംഗറിയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ഈ പ്രേഗ് വസന്തമൊക്കെ പോലെയുള്ള സംഗതി നിങ്ങൾ കേട്ടിട്ടുണ്ട്. അവിടെയൊക്കെ റഷ്യയുടെ
ടാങ്കുകൾ ഉരുണ്ടി ചെല്ലുമ്പോൾ, തൻ്റെ കൺമുന്നിൽ ഇങ്ങനെ ആളുകൾക്കെതിരെ റിപ്രഷനും പീഡനവും നടക്കുമ്പോൾ, കെടുതികൾ ഉണ്ടാകുമ്പോൾ നെഹ്റു അതിനെ അപലപിക്കാൻ തയ്യാറായില്ല. ഞാൻ 1-ാം പ്രതി നെഹ്റുവിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് സോവിയറ്റ് യൂണിയൻ ഇഷ്ടപ്പെടില്ല. നിങ്ങൾ സ്വതന്ത്രനല്ല, നിങ്ങൾക്കൊരു കാര്യം തെറ്റാണെന്ന് തോന്നുന്നു, ഒരു കൊലപാതകം, അതിനെ കൊലപാതകമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം ഐഡിയോളജിക്കൽ ബോണ്ടേജ് വരികയാണ്, അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ബോണ്ടേജ് വരികയാണ്. നെഹ്റു അങ്ങനെ പറഞ്ഞിട്ടില്ല. നെഹ്റുവിനോട് എടുത്തു ചോദിച്ചിട്ട് നെഹ്റു ഒരു വീഡിയോ കിടപ്പുണ്ട് യൂട്യൂബിൽ. ഈ സോവിയറ്റ് ചെമ്പട ഉപഗ്രഹ രാജ്യങ്ങളിൽ കയറി നടത്തിയിട്ടുള്ള അനീതികൾ നെഹ്റു എങ്ങനെയാണ് കണ്ണടച്ചത് എന്നുള്ളത് നെഹ്റുവിന്റെ അഭിപ്രായം ഒരു വീഡിയോ ആയിട്ട് യൂട്യൂബിൽ കിടപ്പുണ്ട്. അങ്ങനെയാണ് ഈ ടിബറ്റിന്റെ കാര്യത്തിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ ഒരു പുതിയൊരു പേജാണ് താങ്കൾ, ഞാനതൊന്ന് പഠിക്കണം. എനിക്കത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബേസിക്കലി പുള്ളി ദലൈലാമ ഇവിടെ വന്ന് ആയിക്കോട്ടെ, പുള്ളിക്ക് നമുക്കൊരു രാജ്യമായിരുന്നു, കറൻസി ഉണ്ടായിരുന്നു. ഒരു രാജ്യത്തെയാണ് ചൈന ഇൻവേഡ് ചെയ്ത് കയറി പിടിക്കുന്നത്. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ പറഞ്ഞ ന്യായം എന്തെന്നറിയോ? ടിബറ്റ് ഫ്യൂഡൽ സമൂഹമാണ്, അതിനെ ചൈനയിലെ വിപ്ലവകാരികൾ വന്ന് ലിബറേറ്റ് ചെയ്തു. അടിയട ഇതാണ് സംഭവം. ട്രംപ് മണ്ടനാണോ അതോ മന്ദബുദ്ധി പോലെ അഭിനയിക്കുകയാണോ? രണ്ടും കൂടെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ മണ്ടനാണെങ്കിൽ കുറെ മറ്റേതവിടെ നടക്കുമല്ലോ ഓട്ടോമാറ്റിക്. പൂർണ്ണമല്ലെന്ന് കാണിക്കും. മണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടനല്ല, ഹീസ് നോട്ട് എ ഗുഡ് ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മോറൽ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു അമേരിക്കൻ പ്രസിഡന്റായിട്ട് ആരിരുന്നാലും നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഇത് കൊടുക്കണം. പിന്നെ അയാളെ ചീത്ത വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് ദാറ്റ് കനോട്ട് ബി ക്യൂർഡ് ഷുഡ് ബി ടോളറേറ്റഡ് എന്നാണ് നമ്മൾ രചന ഉണ്ടല്ലോ 8ാം ക്ലാസ്സിലെ കോമ്പോസിഷൻ. ദാറ്റ് കനോട്ട് ബി ക്യൂർഡ് ഷുഡ് ബി ടോളറേറ്റഡ്. ട്രംപിനെ തിരിച്ച് ചീത്ത വിളിക്കുകയും ട്രംപിനെതിരെ 4 പറഞ്ഞിട്ട്, ഇപ്പോൾ മോദിയും ജയശങ്കറും ട്രംപിനെതിരെ ഒന്നും പറയുന്നില്ല, എന്താ പറയാത്തതെന്നൊക്കെ ചോദിക്കും. പറഞ്ഞിട്ട് എന്ത് കാര്യം? അത്രയും കൂടെ പോവും. 4 വർഷം ഇറങ്ങിയിട്ട് അയാൾ പോവുള്ളൂ. 4 വർഷം സഹിക്കുക. അവര് പറയുന്ന ട്രംപാണ് ഭരിക്കേണ്ടതെന്ന് അവർ പറയുന്നു. അയാളുടെ എക്കണോമിക്സ്, താരിഫ്, ബ്ലണ്ടർ. ഞാനൊരു സ്വതന്ത്ര വിപണിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. എനിക്കൊരിക്കലും ഈ താരിഫ് വാൾ വെച്ച്, ഈ പ്രൊട്ടക്ഷനിസം വെച്ച് ഓവറായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു സംഗതി ഞാൻ ഒരിക്കലും അനുകൂലിക്കില്ല. മാത്രമല്ല അതുകൊണ്ട് ഗുണമുണ്ടാവില്ല. ചൈനയൊക്കെ ഈ ട്രംപ് പറയുന്നതിനപ്പുറം വളർന്നിട്ടുണ്ട് എക്കണോമിക്കലി. ചൈനയിലെന്നറിയോ, ക്യാപിറ്റലിസം എന്നുള്ള ടൂളും പാർട്ടി എന്ന് പറയുന്ന സംവിധാനവും, 19ാം നൂറ്റാണ്ടിലെ പൊളിറ്റിക്സും 21ാം നൂറ്റാണ്ടിലെ എക്കണോമിക്സും. ഇവിടെ എന്താ? ഇവിടെ 21ാം നൂറ്റാണ്ടിലെ പൊളിറ്റിക്സും ഉണ്ട്, 21ാം നൂറ്റാണ്ടിലെ എക്കണോമിക്സും ഉണ്ട്. അതാ പ്രശ്നം. ഒരു പാലം കെട്ടണമെങ്കിൽ 10 പേരോട് ചോദിക്കണം, അവിടെ ഒരുത്തനോട് ചോദിക്കണം. പാലമല്ല, നദിയുടെ ഗതി തിരിച്ചിട്ട് പറയാണ്, ഇന്നലെ ആ നദിയുടെ 5 നദിയുടെ ഗതി തിരിച്ചിട്ടുണ്ടേ, അതിലേക്കൂടെ മാറിപ്പോണം, തീർന്നു. കാര്യങ്ങൾ ചടപട നടപ്പിലാക്കാൻ പറ്റും. ഇവിടെ ഒന്നും നടക്കില്ല. അതാണ് പ്രശ്നം. ജനാധിപത്യം എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അവിടെ ആയിരുന്നെങ്കിലോ ലിക്വിഡേറ്റ് ചെയ്യും. ടിയാനൻമെൻ സ്ക്വയറിന്റെ അന്ന് 89 നടത്തിയിട്ടുള്ള ആ ഒരു ടാങ്കുകളുടെ മുന്നിൽ കയറി നിന്ന പച്ചക്കറി ബാഗോട്ട് കയറി നിന്ന ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ആരാണെന്ന് ഇന്നും ആർക്കും അറിയില്ല. മനസ്സ് ചഞ്ചലപ്പെടാതെ എങ്ങനെ ഒരു എത്തീസ്റ്റായി വർഷങ്ങളോളം നിലകൊള്ളാം? ഞാൻ ഇതിനൊരു മറുപടി ഞാൻ ഈ എസെൻഷ്യലി കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു സ്ലൈഡ് തന്നെ എങ്ങനെയാണ്, എനിക്ക് ദൈവം ഇല്ലെന്ന് മനസ്സിലായി, എല്ലാം പാട്ട സാധനമാണ് എന്ന് മനസ്സിലായി. എന്ന് മുതലാണ് ഞാൻ എത്തീസ്റ്റായിട്ട് മുട്ടയൊക്കെ വിരിഞ്ഞ് പുറത്തു വരേണ്ടത്. എന്ന് വെച്ചാൽ എത്തീസ്റ്റ് ആണെന്ന് എപ്പോഴാണ് പുറത്ത് പറയേണ്ടത്. അതാണല്ലോ, ഉള്ളിൽ എത്തീസ്റ്റ് ആവാൻ ആർക്കും കഴിയും അല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ ലോകത്തെ ഏറ്റവും സുന്ദരിയെ കാമിച്ചുകൊണ്ട് ജീവിക്കാം, അവൾ അറിയാതിരുന്നാൽ മതി, നാട്ടുകാരും അറിയാതിരുന്നാൽ മതി, ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ പുറത്തു പറയുമ്പോൾ when you say and when you act, the repercussions and consequences are different. You are an atheist and you are an atheist public life. Two different ball games. അപ്പൊ എപ്പോഴാണ് എത്തീസ്റ്റ് ആവുന്നത്? അപ്പൊ പറയുന്നത്, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എത്തീസ്റ്റ് ആയി കഴിഞ്ഞാൽ ടീച്ചേഴ്സ് മാർക്ക് കുറയ്ക്കും, അപ്പൊ അതുകൊണ്ട് വേണ്ട. എന്നാൽ കോളേജിലൊക്കെ പോയോ? കോളേജിൽ ഇതേ പ്രശ്നമുണ്ട്. കൂട്ടുകാരാണ് യാതൊരു ബോധവും ഇല്ല, മൊത്തം MA യും MD MA ആയിട്ട് നടക്കുന്ന കുട്ടികൾ. ഇവന്മാര് ഞാൻ പറയുന്ന ഒന്നും കേൾക്കില്ല, ഇവന്മാർക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല, ഒറ്റപ്പെടുത്തും, പാർട്ടികളിൽ നിന്ന് ഒഴിവാക്കും, അതുകൊണ്ട് കോളേജിലും വേണ്ട. എന്നാ പോട്ടെ, പഠിത്തമൊക്കെ പൂർത്തിയായിട്ട് ഒരു ജോലിയൊക്കെ വാങ്ങിച്ചിട്ടാണ്
ജോലി കിട്ടുന്നവരെ പിന്നെ പറയും നിനക്ക് ജോലി കിട്ടാത്തതിന്റെ കാരണം നീ അതുകൊണ്ടാണ് മറ്റേതാണ്. അപ്പൊ ജോലി കിട്ടിയപ്പോ ഒരു നല്ലൊരു കല്യാണം അതുകൂടെ കഴിഞ്ഞിട്ട് എത്തീസ്റ്റ് ആവാം. കാരണം എത്തീസ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ അടുക്കാതിരുന്നാലോ അരികിൽ വരാതിരുന്നാലോ ഇങ്ങനെ വലിയ പ്രശ്നമല്ലേ. അതുകൊണ്ട് ജോലിയൊക്കെ കിട്ടി എല്ലാം സെറ്റാക്കിയിട്ട് പറയും. അപ്പോഴാണ് കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞു വരും. പറയും നിന്റെ നിരീശ്വരവാദം കൊണ്ടാണ് കുട്ടികൾ ഉണ്ടാകാത്തതെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ നീളും, ഓരോരോ രീതിയിൽ ഇങ്ങനെ നീളും. പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസമാവും, കുട്ടികളുടെ ജോലിയാകും, കുട്ടികളുടെ കല്യാണമാവും, കുട്ടികളുടെ കുട്ടികളാവും. അപ്പൊ ഇനി എത്തിച്ചാകാൻ ഒന്നുമില്ല, ബന്ധനങ്ങളൊന്നുമില്ല. ഏറ്റവും പറ്റിയ സമയം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഫ്റ്റർ യുവർ സ്കൂൾ, ആഫ്റ്റർ ഗെറ്റിംഗ് എ ജോബ്, ആഫ്റ്റർ യുവർ മാരേജ്, ആഫ്റ്റർ യുവർ ചിൽഡ്രൻ മാരി, or after you have grandchildren, no, after your death. അതാണ് ഏറ്റവും നല്ല സമയം. ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ വഴിയില്ല മക്കളെ, ഇങ്ങനെ അങ്ങ് പോകും. വരും നിയമസഭാ ഇലക്ഷൻ ആര് ജയിക്കും, കോൺഗ്രസിനാണ് സാധ്യത എന്ന് കേൾക്കുന്ന ആർസിയുടെ അഭിപ്രായം. ഓക്കെ, വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? എൻ്റെ പേര് ഷാരോൺ VS. ഞാൻ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, എൻ്റെ സുഹൃത്തുക്കളെല്ലാം ഹൈലി റിലീജിയസ് ആയിട്ടുള്ളവരാണ്. അധ്യാപകരും ഈ പരിമിതികളിൽ നിന്നുകൊണ്ട് സ്വതന്ത്ര ചിന്ത വളർത്തുന്നതിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇറ്റ്സ് എ ഹെവി ക്വസ്റ്റ്യൻ. ഷാരോൺ ആരാണ്? ഷാരോൺ ഉണ്ടോ? ഷാരോൺ, ഞാൻ എപ്പോഴും പറഞ്ഞു, ഞാൻ ആ നാസികള് ഇത് ജൂതർക്കെതിരെയുള്ള ക്രൂരതകൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുഖഭാവങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ഷിപ്പ്യാർഡിൽ നാസി സല്യൂട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ അത് ചെയ്യാത്ത ഒരാളെയും കണ്ടിട്ട് ഞാൻ കാണിച്ചല്ലോ. നിങ്ങളിങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഓരോ വ്യക്തിയുടെയും വളരെ യുണീക്കായിട്ടുള്ള സിറ്റുവേഷൻസും യുണീക്കായിട്ടുള്ള അവസ്ഥകളുമാണ്. നമുക്കിതിന് പൊതുവായിട്ടൊരു തിയറി പറയാൻ കഴിയില്ല. ഇപ്പോൾ ഷാരോൺ എത്രമാത്രം ഉള്ളിൽ ഇതിനെതിരെയുള്ള പ്രതിരോധം നേരിടുന്നുണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയും. എനിക്ക് പൊതുവായിട്ടൊരു നിയമവും പറയാൻ കഴിയും. ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും ഇവിടെ മതം ആചാരപരമായ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് ഒരാളെ ക്യാൻസൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്. നിങ്ങൾക്ക് എളുപ്പമായിരിക്കും, എനിക്ക് എളുപ്പമാണ്, എനിക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. ഞാനത് ആർജിച്ചെടുത്താണ് ആ ഫ്രീഡം. എനിക്ക് ഇത്ര ഫ്രീഡം ഉണ്ടായിട്ടൊന്നുമല്ല, ഞാൻ എടുത്താണ്. ഞാൻ തെറി കേട്ടും അപമാനം കൊണ്ടുവെക്കെ ഞാൻ ആർജിച്ചെടുത്ത സാധനമാണിത്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോ മൈക്ക് ഈ അടുത്തിടെ ഒരു പ്രശ്നം കഴിഞ്ഞ വർഷം ഉണ്ടായി ഞങ്ങളുടെ നാട്ടിൽ തന്നെ. അവിടെ പറഞ്ഞു ഹിന്ദു ഐക്യമുന്നണി ആൾക്കാർ പറഞ്ഞു എൻ്റെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യും, യവന് യാതൊരു പ്രശ്നവുമില്ല, യവൻ ഭയങ്കര തൊല്ലയാണെന്നൊക്കെ പറഞ്ഞ് ലൈവായിട്ട് അങ്ങ് ചെയ്യാണ്. ഞാൻ ഇത്തരം അപമാനങ്ങളൊക്കെ കോരി കുടിച്ചാണ് എൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുത്തത്. ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്, ശിക്ഷാ നടപടികൾ ഉണ്ടായിട്ടുണ്ട്, പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരു സുവർണ വഴിയൊന്നും അല്ല. അപ്പൊ നമ്മൾ പിടിച്ചു നിൽക്കണം. നമ്മൾ ക്ലിയർ ആണെങ്കിൽ, നമ്മൾ കൺവിക്ഷൻ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് പറയാനുള്ളത് പറയാനുള്ള അവകാശം. അതാണ് ഞാൻ നോക്കുന്നത്. എനിക്കിപ്പോ ഞാൻ ഇവിടെ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കും പലതും ഇങ്ങനെ പറയാമോ, ഇത്രയും കയറാമോ എന്നൊക്കെ ചോദിക്കും. ഐ ഡോണ്ട് മൈൻഡ്. കാര്യം എനിക്ക് പ്ലീസ് ചെയ്യാൻ ഒരാളും ഇല്ല ലോകത്ത്, ഒരാളുടെയും. ഇതാണ് സ്വതന്ത്ര ഇന്ത്യ എന്ന് പറഞ്ഞത്. നമ്മൾ എന്ത് പറയണം എന്ന് ശരിയാണെന്ന് നമുക്ക് തോന്നുക. അശ്ലീലവും അനാവശ്യവും മോശമായ കാര്യങ്ങളും പറയരുത്. പക്ഷെ ശരിക്കും നമ്മൾ കൺവിൻസ്ഡ് ആണ്, അതാണല്ലോ ശരി എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിലേ നമ്മൾ സ്വതന്ത്രരാണ്. അല്ലെങ്കിൽ എനിക്ക് അവിടെ അത് ചില പറയും, നമ്മൾ ഡിബേറ്റിന് വിളിക്കുമ്പോൾ പലരും പറയാറുണ്ട് ഞങ്ങൾ പാർട്ടി കൂടി തീരുമാനിച്ചിട്ട് പറയാമെന്ന്. ഇപ്പൊ എന്നെ ഒരാൾ ഡിബേറ്റ് വിളിക്കുക, എന്നാ വിഷയം, എന്നാ സമയം, എവിടെ എത്തണം, ഞാൻ പറഞ്ഞത് സാറിന് ആരോടും ചോദിക്കാല്ലേ, എനിക്ക് ആരോടും ചോദിക്കാനില്ല. ഈ അവസ്ഥയാണ് സ്വാതന്ത്ര്യം. ഇത് ചന്തയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമല്ല, നിങ്ങൾ ആർജിച്ചെടുക്കണം. ചിലർക്കത് എളുപ്പമായിരിക്കും, ചിലർക്കത് എളുപ്പമാവില്ല. ഇപ്പൊ നിങ്ങളുടെ ഷാരോന്റെ കാര്യം എന്താണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അവന്റെ സ്കൂളിൽ ചിലപ്പോൾ ആരൊക്കെയാണ് ഉള്ളത്, ഏതൊക്കെ ടീച്ചേഴ്സ് ആണ്, എനിക്ക് പറയാൻ കഴിയില്ല. സോ യു ഹാവ് ടു ഫൈൻഡ് എ വേ ഔട്ട്. ദാറ്റ്സ് ഓൺലി വേ.
ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര എളുപ്പമായിരിക്കും, ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഇവിടുന്ന് കുറച്ച് വളവള അടിച്ചു തന്നു ചെല്ലുക, നിങ്ങൾക്കത് പ്രാവർത്തികമാക്കാൻ പറ്റും. ഇത് സ്ഥിരം ഞാൻ കേൾക്കുന്നത്, എങ്ങനെ കല്യാണം എങ്ങനെ മുന്നോട്ട് പോകും, ഫൈൻഡ് എ വേ ഔട്ട്. ദാറ്റ്സ് ഓൺലി അഡ്വൈസ് അല്ല, ആരോടും പറയാനുള്ളത്. താങ്കളെ ഒരു അഡൾട്ടായിട്ട് കണ്ടുകൊണ്ട് ഞാൻ പറയുകയാണ്, യു ഹാവ് ദ സൊല്യൂഷൻ വിത്ത് യു. ഓക്കെ, താങ്ക് യു. യൂട്യൂബിൽ വഴി മാത്രമേ കണ്ടിട്ടുള്ളൂ, ആദ്യമായിട്ട് നേരിട്ട് കണ്ടതിൽ സന്തോഷം. ആൻഡ് എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ നാസികളിൽ നോക്കുകയാണെങ്കിൽ അവിടെ ജൂതന്മാരായിരുന്നു അവരുടെ മെയിൻ ശത്രു എന്ന് പറയുന്നത്. ഇസ്ലാമിൽ നോക്കുകയാണെങ്കിൽ കാഫർ, പാകിസ്ഥാനിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ. അപ്പോൾ ഈ ഐഡിയോളജീസിനെല്ലാം എപ്പോഴും ഒരു ശത്രു ഉണ്ടായിരിക്കും. അതിൻ്റെ റെലവൻസ് എന്താണ്? അവരുടെ ഐഡിയോളജി അത്ര കണ്ട് വലിയൊരു ചക്ര സംഭവമാണെങ്കിൽ അത് മാത്രം ഉറിഞ്ചിരുന്നാൽ പോരെ, എന്തിനാണ് ഇങ്ങനെ ഒരു ശത്രുവിനെ എപ്പോഴും കീപ്പ് ചെയ്യുന്നത്? അതിൻ്റെ റെലവൻസ് എന്താണ്? ഐഡിയോളജീസ് പ്രീസപ്പോസ് എനിമീസ്. എല്ലാ ഐഡിയോളജികളും എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും അതിനെ പിന്തുടരാത്ത, അതിനെ അംഗീകരിക്കാത്ത ഒരു വിഭാഗം ആളുകളെ ഭാവനയിൽ കാണുന്നു. അതുകൊണ്ടാണ് ഇറ്റ്സ് എ ഡിവിസീവ് ഫോഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഈ ഇവിടെ ഇരിക്കുന്ന മനുഷ്യരെല്ലാം ഒറ്റ മനുഷ്യരായിട്ട് നമുക്ക് കാണാൻ കഴിയും. ലൈക്ക് വി ക്യാൻ സേ ദേ ഓൾ ആർ ഹോമോസാപ്പിയൻസ് സാപ്പിയൻസ്, വി ക്യാൻ സേ. ബട്ട് സർട്ടൻ പീപ്പിൾ ഐഡിയോളജിക്കലി മോട്ടിവേറ്റഡ്, ദേ കനോട്ട് സേ ദാറ്റ്. അവർക്കത് പറയാൻ പറ്റില്ല. കാരണം അവരെ സംബന്ധിച്ച് ഐഡിയോളജി പിന്തുടരുന്നവരും പിന്തുടരാത്തവരും ഉണ്ട്. പിന്തുടരാത്തവരോടുള്ള സമീപനം പലപ്പോഴും മാർക്സിസം നോക്കൂ, ഇറ്റ്സ് വയലന്റ്. ഇങ്ങനെയാണ് നിങ്ങൾ മാർക്സിസത്തെ, സത്യത്തിൽ നമ്മൾ ഹിറ്റ്ലറെ കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതേ കണക്കുള്ള ടോട്ടാലിറ്റേറിയൻ സംഗതികൾ നിങ്ങൾക്കറിയാം. ഈ നാസി സിമ്പലൊക്കെ യൂറോപ്പിൽ നിയമവിരുദ്ധമാണ്. സമാനമാണ് കമ്മ്യൂണിസ്റ്റ് സിമ്പലുകൾ. നിങ്ങളൊരു അരിവാൾ ചുറ്റികയൊക്കെ ആയിട്ട് യൂറോപ്പിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലും അത് കുറ്റകൃത്യമാണ്. നിങ്ങൾ വിചാരിക്കും എന്തിനാണ് നമ്മൾ ഭയങ്കര പൊന്നോമന. ഞാനൊക്കെ അരിവാൾ ചുറ്റിയൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് പണ്ട് 82. ഞാനിന്ന് ആരോട് അഖിലിനോട് സംസാരിച്ച് പറയാൻ. അങ്ങനെയാണ് അവരത് അനുഭവിച്ചു, നമ്മൾ അനുഭവിച്ചില്ല. അവരത് അനുഭവിച്ചു. അവർ പോഗ്രോംസ്, അതുപോലെ തന്നെ ലേബർ ക്യാമ്പുകൾ അവരനുഭവിച്ചു. ഹോൾഡമോർ അവരവന് അനുഭവിച്ചു. ഉക്രൈനിലെ പട്ടിണി, ചൈനയിലെ പട്ടിണി, അവർക്ക് അറിയാം, അവരുടെ അനുഭവമാണ്. നമ്മളെ സംബന്ധിച്ച് എന്താണ് ഇതൊക്കെ വാർത്തകൾ, ആദ്യം നല്ല നല്ല വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത്. 89 ശേഷമാണ് യഥാർത്ഥ വാർത്തകൾ വരുന്നത്. അപ്പൊ അനുഭവിച്ചവരുടെ സംഗതി എന്ന് പറയുന്നത് വേറെന്താണ്. അതുകൊണ്ടാണ് അവർ നിരോധിക്കുകയും അവനെ ശത്രു. നമുക്ക് കുഴപ്പമില്ല. നമ്മളെ നോക്കുമ്പോൾ ഒരു കേരള കോൺഗ്രസ് പോലൊരു പാർട്ടിയാണ് CPM. വലിയൊരു കേരള കോൺഗ്രസ്, വലിയൊരു ജനതാദൾ, നേതാക്കളെല്ലാം ഒരേപോലെ വെള്ളയും പറയുന്നതൊക്കെ അല്ല. മറ്റു പാർട്ടിക്കാർ പറയുന്നതാണ് അവരും പറയുന്നു. പിന്നെ ഇത്തിരി കൂടുതൽ ബ്രാഗ് ചെയ്യും, പുരോഗമനം, ശാസ്ത്രം. ഓക്കെ, റൈറ്റ്, നല്ലത്. അങ്ങനെ പറയുമെങ്കിലും ചെയ്യുന്നല്ലോ, അതുകൊണ്ട് അത്രയെങ്കിലും നല്ലതെന്ന് ഞാൻ കരുതും. പക്ഷെ ഐഡിയോളജി എന്ന് പറയുന്ന സംഗതി ശത്രു ഇല്ലാതെ മുന്നോട്ട് എങ്ങനെ പോകും? പ്രത്യയശാസ്ത്ര പ്രതിബദ്ധത എന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ്. എനിക്ക് പ്രത്യയശാസ്ത്രം ഉണ്ടെന്ന് പറയുന്നതിനെ അടുക്കാൻ പറ്റില്ല. അവൻ മാറാത്തവൻ. അവന്റെ ചോദിക്കട്ടെ, എന്താ പ്രശ്നം? എല്ലാ പ്രത്യയശാസ്ത്രവും സ്വാതന്ത്ര്യത്തിന് വിപരീതമാണ്. നിങ്ങളൊരു പ്രത്യയശാസ്ത്രത്തിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ ഇന്ന് ഈ മുറിയിൽ നിന്ന് എങ്ങനെ ഇറങ്ങി പോകണമെന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ആ രീതിയിൽ പോകാൻ പറ്റുള്ളൂ. പ്രത്യയശാസ്ത്രം നിങ്ങൾക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, എങ്ങനെ ഇറങ്ങി പോകണം, എന്ത് കഴിക്കണം, എങ്ങനെ പഠിക്കണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, ആരെ മാരി ചെയ്യണം. മതം ആണെങ്കിൽ നിങ്ങളുടെ മതത്തിൽപ്പെട്ടവരെ മാരി ചെയ്യാൻ പറ്റൂ. ജാതി ആണെങ്കിൽ നിങ്ങളുടെ ജാതിപ്പെട്ടവരെ പറ്റുള്ളൂ. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. പ്രത്യയശാസ്ത്രം സ്വാതന്ത്ര്യത്തിന്റെ ശത്രു. നമ്മൾ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്ക് ആകെ കിട്ടാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ളവർക്ക് ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് നാളൂടെ ഉണ്ടാവുള്ളൂ. അതുവരെ നമ്മളുടെ ഒരു ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്നൊക്കെ പറയുമല്ലോ, റഡാറ് പിടിക്കുന്നു. ഒരു വിമാനം പറന്നു പോകുമ്പോൾ അത് റഡാറിൽ പതിപ്പിക്കുന്ന സിഗ്നേച്ചറുകൾ, അത് വെച്ചാണ് വെടിവെച്ചിടുന്നത്. വെടിവെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ സിഗ്നേച്ചർ നമുക്ക് എങ്ങനെ പതിപ്പിക്കാം? നമ്മുടെ ഒപ്പായിരിക്കണം, വേറെ കൃത്രിമമായ വേറെ ഒപ്പായിരിക്കണം. അതൊരു ഡിഫോൾട്ടായിട്ടുള്ള സാധനമാണ്. നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യം. മനഃപൂർവ്വം വ്യത്യസ്തനായിട്ട് അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. ചിലർ പറയും ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് ഞാൻ തലകീഴായിട്ട് നടക്കാം എന്നല്ല ഉദ്ദേശിച്ചത്. സ്വാതന്ത്ര്യം, ശരി, റൈറ്റ്. പ്രത്യയശാസ്ത്രം അത് പറ്റില്ല. പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ്. മതം ഒരു പ്രത്യയശാസ്ത്രമല്ലേ? ആദിപാപം, അതാണ് എൻ്റെ ഡോക്ട്രിൻ. സ്വർഗം, പൂറി, ഇതൊക്കെ അതിനകത്തുള്ളതാണ്. തൊഴിലാളി വർഗ സർവാധിപത്യം, അവിടെ എല്ലാവരും എല്ലാവർക്കും കൊടുക്കുന്നു.
എല്ലാവർക്കും തുല്യമായി അധ്വാനിക്കുന്നു, തുല്യമായ എന്താണ് ഇത്? മതസാഹിത്യമല്ലേ ഇത്? ഹാരി പോട്ടർ. അത് വെച്ച് പൊളിറ്റിക്കൽ നയങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നു, ലേബർ ക്യാമ്പുകൾ ഉണ്ടാവുന്നു, രഹസ്യ പോലീസ് ഉണ്ടാവുന്നു, കൊലപാതകങ്ങൾ ഉണ്ടാവുന്നു. പ്രത്യയശാസ്ത്രം അനുസരിച്ച് ജീവിക്കരുത് എന്നാണ് സ്വതന്ത്രമായി ചിന്തിക്കാൻ, സ്വാതന്ത്ര്യത്തിന് വില കൽപ്പിക്കുന്ന ആളോട് എനിക്ക് തോന്നുന്നു. ഹായ് സാർ. ഹായ്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ വോട്ടാണ് ഏറ്റവും പ്രധാനം. പ്രീണിപ്പിച്ചാലേ വോട്ട് കിട്ടുമെങ്കിൽ അവർ പ്രീണിപ്പിക്കും. അപ്പം കേരളത്തിലെ ഇടതുപക്ഷം മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്ന പോലെ ഹിന്ദുക്കളെ പ്രീണിപ്പിക്കാറില്ല. കാരണം അവിടെ പ്രീണിപ്പിച്ചില്ല അവർക്കവിടെ വോട്ട് കിട്ടും. അപ്പം ഇസ്ലാമിനെ കൂടുതൽ പ്രീണിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് രാഷ്ട്രീയ പാർട്ടിയുടെ കുറ്റമാണോ അതോ ആ മതത്തിന്റെ പ്രശ്നമാണോ? മതം തനത് അങ്ങനെ തന്നെയാണല്ലോ. മാർക്സിസ്റ്റ് പാർട്ടി വന്നതിന് ശേഷം ഇസ്ലാം നയമൊന്നും മാറ്റിയിട്ടില്ലല്ലോ. ഇസ്ലാം ബേസിക്കലി അതിന്റെ ഐഡിയോളജി, അതിന്റെ ഓപ്പറേഷനും അതിന്റെ മോഡസ് ഓപ്പറാൻഡിയും അതിന്റെ തുടക്കം മുതൽ ഇങ്ങനെ തന്നെയാണ്. ഈ CPM ഓ CPI കോൺഗ്രസോ ഒക്കെയാണ് പിന്നെ വന്ന സാധനങ്ങൾ. അവര് അതിനെ എങ്ങനെ കാണുന്നു? എന്നാലും അതായത് ഈ പ്രീണിപ്പിക്കുന്നതിന്റെ വേറൊരു പ്രശ്നമുണ്ട്. ഞാൻ ഒരു പോയിന്റ് ഞാൻ വിട്ടുപോയി. നിങ്ങൾ പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെടുക്കെ നിങ്ങൾക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊരു കൊച്ചു കുഞ്ഞായിക്കോട്ടെ, നിങ്ങളുടെ കുഞ്ഞാണെങ്കിലും നിങ്ങളെ കഴിക്കട എന്ന് പറഞ്ഞ് പുറകെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങേറ്റം സഹി ഇട്ടാലും ദേഷ്യപ്പെടാൻ പറ്റില്ല. കാര്യം ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അതുവരെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ആ മുഴുവൻ ലെവറേജും പോകും. ഭയങ്കര ദേഷ്യമാവും. സിമ്പിൾ. യു കനോട്ട് അപ്പീസ് എ ബുള്ളി. ഒരു അക്രമിയെ ഒരിക്കലും നിങ്ങൾക്ക് പ്രീണിപ്പിക്കാൻ പറ്റില്ല. പ്രീണിപ്പിക്കാൻ പറ്റുന്ന ആരാണ്? ഒരു സാമാന്യമുള്ള സമാധാനമൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളെ പ്രീണിപ്പിക്കാം. ഒരു ദുർബലനെ പ്രീണിപ്പിക്കാം. ഒരു ബുള്ളിയെ പ്രീണിപ്പിച്ച് അവൻ കരുതുന്നത് എന്താണ്? എന്റെ അക്രമം അവന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അപ്പൊ ഇത് തന്നെ വീണ്ടും ചെയ്താൽ മതി. ഇപ്പൊ എന്ത് ചെയ്യുന്നു അത് തന്നെ വീണ്ടും ചെയ്താൽ അവൻ വഴിക്ക് വരും എന്നല്ലേ എന്റെ അർത്ഥം. ഇതല്ലേ ഞാൻ ഈ ഹമാസ് വിഷയത്തിൽ ഞാൻ സ്ഥിരം പറയുന്നത്. ലോകത്തൊരാളും പറയുന്നില്ലല്ലോ ബന്ദികളെ ജനോസൈഡ് നടക്കുകയാണെന്ന് പറയുന്നത്. ഒറ്റ പോയിന്റ്. ലോകത്തെവിടെയെങ്കിലും ഒരു ജനോസൈഡ് നടക്കുകയും അല്ലെങ്കിൽ വിക്ടിം ഏത് നിമിഷം വിചാരിക്കുന്നോ ആ നിമിഷം നിർത്താവുന്ന ഒരു ജനോസൈഡ് ലോകത്ത് എവിടെയെങ്കിലും നടന്നിട്ടുണ്ട്? വിക്ടിം എന്ന് പറയുന്നത് പലസ്തീൻ, ഗാസ ആണല്ലോ. അവര് എന്നാ ഇപ്പൊ അങ്ങ് നിർത്തിയേക്കാന്ന് പറഞ്ഞാൽ നിർത്തി. അങ്ങനെയാണെങ്കിൽ അത് ജനോസൈഡ് ആവും. സ്വിച്ച് അവർക്ക് ഓഫ് ചെയ്യാമല്ലോ. ബന്ദികളെ വിട്ടുകൊടുക്കുക ഇല്ല, ബന്ദികളെ വിട്ടുകൊടുക്കുക, പിന്നെ അവർ നിർത്തും. അത് ശരിയാവില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, താങ്കൾ പറഞ്ഞ പോയിന്റ്, ഈ പാർട്ടികള് ഗാന്ധിയിൽ നിന്ന് പഠിച്ച ഗാന്ധി സത്യത്തിൽ ഗാന്ധിയുടെയൊക്കെ ഒരു ജീവിതത്തിന്റെ അവസാനം നെഹ്റുവിനെ പോലൊരു നേതാവ് വന്നു, കുറെ നാള് 10-15-16 വർഷം ഭരിച്ചു. പക്ഷെ ഗാന്ധി കുറച്ചു നാളുകൂടെ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം കൂടുതൽ ഇറലവന്റ് ആയി മാറിയാൻ. പുള്ളി ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? ഞാൻ കഴിഞ്ഞ ഒരു ഇതിനകത്ത് തന്നെ പറഞ്ഞാണ്, പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കുന്ന സമയത്ത് അദ്ദേഹം ചെയ്തുകൊണ്ട്, ഇപ്പോൾ രാഹുൽ ഗാന്ധി എല്ലാവരും കുറ്റപ്പെടുത്തുന്നു. രാഹുൽ ഗാന്ധി ഭയങ്കര ഗാന്ധിയനാണ്. പുള്ളിയുടെ പേരൊക്കെ ആദ്യം കൃത്രിമമായിട്ടൊക്കെ പറയാറുണ്ട്. ഞാൻ എന്നോട് യോജിക്കുന്നില്ല. ഗാന്ധിയെ നോക്കിയാണ് പുള്ളി പറയുന്നത്. ഗാന്ധി 1948 പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ട്രൈബൽ പസ്തൂൺസ് കയറി വരുന്ന സമയത്ത് ഏതാണ്ട് 125 കോടിയോളം രൂപ പാർട്ടീഷന്റെ ഭാഗമായിട്ട് ഇന്ത്യക്ക് കൊടുക്കാനുണ്ടായിരുന്നു, പാകിസ്ഥാന് കൊടുക്കാൻ. അതിൽ 70 കോടിയോളം കൊടുക്കാനുണ്ടായിരുന്നു, കൊടുത്തു. ബാക്കി ഒരു 55-56 കോടി ഉണ്ടായിരുന്നു. ഈ സമയത്ത് നിരാഹാര വ്രതം നടക്കുന്നു ഡൽഹിയിലെ കലാപത്തോടനുബന്ധിച്ച്. ജനുവരി മാസം 1948. ആ മാസം തന്നെ ഗാന്ധിജി മരിച്ചു പോകുന്നുണ്ട്, 30-ാം തീയതി. ആ കലാപം പണ്ടേ നടക്കുകയാണ്. ഗാന്ധിജി ഒരു ഘട്ടത്തിൽ ചെന്നിട്ട് പറഞ്ഞു, ഇത് കലാപം എല്ലാം നിർത്തിക്കോണം. കലാപം ഓൾറെഡി നിന്നിരുന്നു. 20% ആളുകൾ തിരിച്ചു വരികയും ചെയ്തിരുന്നു. ഡൽഹിയിൽ കൂടുതൽ ഹിന്ദുക്കളാണ്, അതുകൊണ്ട് മുസ്ലിങ്ങളാണ് അവിടെ വിക്ടിം സൈഡിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഹിന്ദു നേതാക്കളെല്ലാം വിളിച്ച് കൺസെഷനൊക്കെ നടത്തി പുള്ളി എല്ലാം ചെയ്യാം. പുള്ളി തുടങ്ങിയത് 12-ാം തീയതിയാണ് പുള്ളി നിരാഹാരവാദം തുടങ്ങിയത്. ജനുവരി 12, 1948. അതിനകത്ത് ഒരു വാദം എന്ന് പറഞ്ഞാൽ 55 കോടി രൂപ പാകിസ്ഥാന് കൊടുക്കാനുള്ളത് പെട്ടെന്ന് കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ മരിക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വാദം. ഉടനെ പട്ടേലൊക്കെ പറഞ്ഞു, എന്തോ അദ്ദേഹത്തിന്റെ ഗാന്ധിജിയുടെ മരണം. ഗാന്ധിജി എപ്പോഴും സ്വന്തം ബ്ലാക്ക് മെയിലിംഗ്, ഐ ഡോണ്ട് എൻഡോസ് എനി പേഴ്സൺ ഡൂയിങ് ദിസ് ബ്ലാക്ക് മെയിൽ. പട്ടേലിന് വഴങ്ങേണ്ടി വന്നു. പട്ടേലായിരുന്നു ഏറ്റവും എതിരായിട്ട് വന്നത്. നെഹ്റുവും പട്ടേലും കൂടെ ഉടനെ ക്യാബിനറ്റ് കൂടിയിട്ട് 56 കോടി റിലീസ് ചെയ്യാന്ന് പറഞ്ഞു. അവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ഇപ്പൊ യുദ്ധം നടക്കുകയാണ്, അവരെ ഇങ്ങോട്ട് കയറ്റി വിടുകയാണ്, നമ്മൾ ഈ പൈസ കൊടുത്താൽ ഈ പൈസ വെച്ച് നമ്മളെ അടിക്കത്തില്ലേ അവര്? കുറച്ച് കഴിഞ്ഞ് കൊടുക്കാമല്ലോ. നമ്മളുമായിട്ട് യുദ്ധം നടക്കുന്ന സമയത്താണ് നമ്മളിത് കൊടുക്കുന്നത്. അതൊന്നുമല്ല, കൊടുക്കണം, പറഞ്ഞാൽ വാക്ക് പാലിക്കണം എന്ന് പറഞ്ഞ് ഗാന്ധിജി ഈ 12-ാം തീയതി തുടങ്ങിയ നിരാഹാരത്തിന് 13-ാം തീയതി കേന്ദ്ര ക്യാബിനറ്റ് തീരുമാനം എടുക്കുന്നു.
14-ാം തീയതി ഗാന്ധിയെ നേരിട്ട് അറിയിക്കുന്നു. എന്നിട്ട് ഗാന്ധി നിരാഹാരം നിർത്തുന്നില്ല. 16-നോ 17-നോ അങ്ങനെയാണ് ഗാന്ധി നിരാഹാരം നിർത്തുന്നത്. ഇതൊക്കെ കലാപത്തിന്റെ അവസാന ഘട്ടമാണിത്. ഗാന്ധി വന്നിട്ടൊന്നുമല്ല കലാപം തീർന്നത്. ഗാന്ധി പിന്നെ ഒരു പാക്റ്റ് ഒക്കെ ഉണ്ടാക്കി 56 കോടി രൂപ പാകിസ്ഥാന് കൊടുത്ത ആൾ എന്ന നിലയിൽ പ്രസിദ്ധനാകാൻ ആഗ്രഹിച്ചു. എവിടെ? പാകിസ്ഥാനിലായിരിക്കുമല്ലോ. പാകിസ്ഥാനിൽ ഒരു പട്ടി പോലും തിരിഞ്ഞു പോകും. പാകിസ്ഥാനിലെ ഡോൺ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ എഴുതിയത് കണ്ടു. ഗാന്ധി സമരം ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് വ്യക്തമാവുന്നത് എന്താണ്? ഇത് ലെജിറ്റിമേറ്റ് ആയിട്ട് നമുക്ക് കിട്ടേണ്ട പൈസയായിരുന്നു. ഇതൊരു ഹിന്ദു ഒപ്റ്റിക്സ് ആണ്. ഹിന്ദു നാഷണൽ ലീഡർ ആയിട്ടുള്ള ഗാന്ധി അവരെന്തോ ഔദാര്യം കൊണ്ടാണ് ഈ പൈസ തരുന്നതെന്ന് വരുത്തി തീർക്കാനായിട്ട് നടത്തിയ ഒരു ഫാസ്റ്റിംഗ് ആണെന്നാണ്. ഗാന്ധി ആരും കളിയാക്കിയില്ല, പക്ഷെ കിട്ടേണ്ടതാണ്. പിന്നെ ഗാന്ധി ചില ആൾക്കാരുണ്ടല്ലോ യഥാർത്ഥത്തിൽ കൊടുക്കേണ്ട ഒരു കാര്യം എന്തോ ഇങ്ങനെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു തരുന്നു എന്നാക്കി തീർക്കുന്നു. ഇപ്പോഴും ഇന്ത്യക്ക് നീതി, എന്നിട്ട് പറഞ്ഞു ഇന്ത്യയെ നീതി പഠിപ്പിച്ചു ഗാന്ധി എന്നൊക്കെ പറഞ്ഞവരുണ്ട്. പക്ഷെ അല്ലാതെ ഗാന്ധിജിയെ കുറിച്ച് എപ്പോഴും ഹിന്ദു ലീഡർ എന്ന് മാത്രം. ഗാന്ധിയുടെ ഏറ്റവും വലിയ പരാതി എന്ന് പറഞ്ഞാൽ ഹി വാസ് കോൾഡ് എ ഹിന്ദു ലീഡർ ബൈ ഈച്ച് ആൻഡ് എവരിബഡി ഇൻ മുസ്ലിം ലീഗ് ആൻഡ് ഈവൻ ഇൻ പാകിസ്ഥാൻ. പാകിസ്ഥാനിലെ ഹിസ്റ്ററി ബുക്കിലൊക്കെ ചെന്ന് നോക്കി കഴിഞ്ഞാൽ ഗാന്ധി ഇല്ല. നമ്മുടെ MK ഗാന്ധിയെ ക്രിട്ടിസൈസ് പറഞ്ഞ് എന്റെ മേളിൽ കയറുന്ന ആളുകൾ ഇവിടെ ഉണ്ട്, യുക്തിവാദികളുടെ ഇടയിൽ. പക്ഷെ അവിടെ ഇല്ല. നമ്മൾ വസ്തുതാപരമാണോ എന്ന് നോക്കണം. ഒരു കാര്യം ചെയ്യുന്ന നീതിയാണോ, ന്യായമാണോ, വസ്തുതയാണോ, ബാക്കിയെല്ലാം ഓക്കെ. അപ്പൊ എനിക്ക് അതാണ് പറയാനുള്ളത്. പാർട്ടി പോകില്ലേ? നിങ്ങൾക്ക് ഇതാണെങ്കിൽ ഞാൻ നിൽക്കും കേട്ടോ. ലൗഡ് സ്പീക്കർ ശല്യം താങ്കൾ നേരിട്ട രീതി, ഇപ്പോഴത്തെ അവസ്ഥ. ആരാ ചോദിച്ച ചോദ്യം? യെസ്, ഞാൻ അതിൽ വളരെ സന്തോഷവാനാണ്. കാരണം കേരളത്തിൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് എസൻസ് കഴിഞ്ഞ ലിറ്റ്മസിൽ നമ്മൾ അന്ന് അവിടെ ഒരു ക്യാമ്പയിൻ നടത്തുകയുണ്ടായി. നമ്മൾ അന്ന് തന്നെ എത്രയോ പേര്, 100 കണക്കിന് ആളുകൾ അതുമായിട്ട് സഹകരിച്ചു. ഒരു ലിസ്റ്റൊക്കെ തന്നു, പലരും വിളിച്ചു. നമ്മൾ പറഞ്ഞൊരു കാര്യം ഇതാണ്: ശബ്ദശല്യം ഉണ്ടാകുമ്പോൾ നമ്മളുടെ നോർമൽ രീതി എന്ന് പറഞ്ഞാൽ സഹിക്കുക, ടോളറേറ്റ് ചെയ്യുക. നമ്മൾ മിണ്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ, അവരിങ്ങോട്ട് കയറുമല്ലോ, അമ്മൂമ്മയ്ക്ക് പ്രശ്നമാണല്ലോ, അപ്പൂപ്പന് പ്രശ്നമാണല്ലോ, ഇതാണ് നമ്മൾ. ഈ ടോളറൻസ് ടു ദിസ് അട്രോസിറ്റി എന്നുള്ളത് മാറ്റിയിട്ട് കംപ്ലെയിൻ ചെയ്യുക എന്നുള്ളത് നോർമലാക്കി മാറ്റുക. ടോളറൻസ് ആയിരുന്നു നോർമലെങ്കിൽ കംപ്ലെയിൻ എന്നുള്ളത് നോർമലാക്കി മാറ്റുക. ടോളറൻസ് അബ്നോർമലാക്കുക. ഇപ്പോൾ ഒരാളെ മാത്രമായിട്ട് പരാതിപ്പെടുമ്പോഴാണ് ആളുകൾ അയാളെ സ്കെച്ച് ചെയ്ത് പിടിച്ചിട്ട് ഇന്നാരാണ്. ഞാൻ അതുകൊണ്ട് എൻ്റെ ഫേസ്ബുക്കിൽ തന്നെ ഇട്ട് ഞാൻ തന്നെയാണ് വിളിച്ചു പറഞ്ഞത്, ഇനിയും വിളിച്ചു പറയുമെന്ന് പറഞ്ഞു. ഇപ്പൊ അവരെന്താ ചോദിക്കുന്നറിയാവും? തമാശ, അത് ഞാൻ പറയാൻ പറ്റും. അപ്പൊ ഞാൻ പ്രഖ്യാപിത പരാതിക്കാരനാണ്, അത് തലതിരിഞ്ഞു പോയി, ഒരു രക്ഷയില്ല, പുള്ളി അതെങ്ങനെയാണ്. ഇപ്പൊ അവര് നടത്തുന്നറിയോ? ഓരോ കടകളിലൊക്കെ നിന്ന് അന്വേഷിക്കുന്നേ, ഇത് പല കോണിൽ നിന്ന് പുള്ളിയല്ല വേറെ ആളുകൾ വിളിക്കുന്നു, അവന്മാരെ പോക്കണം. തമാശ പറഞ്ഞല്ല, പുള്ളി അങ്ങനെ ചെയ്യത്തില്ല. ഈ അവിടെയൊക്കെ ഓണാഘോഷ പരിപാടി ഒക്കെ നടക്കുന്നതിന് മുമ്പ് ആളുകൾ എന്നെ ആദ്യം വിളിക്കും, അണ്ണ എന്നാണ് അവിടെ എല്ലാവരും വിളിക്കുന്നത്. അണ്ണ അന്ന് സ്ഥലത്തുണ്ടാവും. ചിന്തയുടെ പണ്ട് ഈ ട്യൂഷൻ എടുക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ ഗ്രാമർ പഠിക്കാനും അതിനും ഇതിനും ഒക്കെ ഇങ്ങനെ ആളുകൾ വരും. അങ്ങോട്ട് എനിക്ക് ഇച്ചിരി ഗ്രാമർ എന്ന് പറഞ്ഞു തരണം പരീക്ഷ എന്നൊക്കെ. ഞാൻ ചിന്ത കാര്യം അല്ല, ചോദിച്ചതാണ്. ഉണ്ടാവും എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. സംഗതി എന്തറിയോ? ഓണാഘോഷം, ഈ ഓണാഘോഷത്തിന് നടന്ന കാര്യമാണ്. എന്നെ വിളിച്ചവൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവനറിയാം. പാട്ടിടണം രാവിലെ, ചിങ്കാരി, പഴയ ആര്യല്ലോ പാട്ടൊക്കെയാണ് വെച്ച് അനത്തുന്നത്. എല്ലാത്തിനും വലിയ തോതിലുള്ള, തിരുവനന്തപുരം ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ തോതിലുള്ള അറംവാദം വന്നിട്ടുണ്ട്. കാരണം ഇപ്പൊ 10 മണി കഴിഞ്ഞ് ഉത്സവ പരിപാടികളില്ല. 10 മണി കഴിഞ്ഞ് പോലീസിന് വരാമെന്നായിട്ടുണ്ട്. പോലീസിനെ പല SI, DYFI, സോറി അതെ DYFIക്കാരൊക്കെ കൈമാറ്റം ചെയ്തിട്ടുണ്ട്. എങ്കിലും ആളുകൾക്ക് മനസ്സിലായി. ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. മുഖ്യമന്ത്രി എന്തുകൊണ്ട് പറയുന്നു എന്ന് പറയുന്ന ആ ഒരു സൊസൈറ്റൽ പ്രഷറും അങ്ങനെ ഒരു ആശയധാരയ്ക്ക് പ്രാമുഖ്യം കിട്ടുകയും ചെയ്യുമ്പോഴാണ് മുഖ്യമന്ത്രി അത് പറയുന്നത്. മുഖ്യമന്ത്രി അത് വീണ്ടും പറയുന്നു, അല്ലെങ്കിൽ SP പറയുന്നു. ഇതിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഈ പുകവലി, പബ്ലിക് സ്പേസിലെ പുകവലിയൊക്കെ പാടില്ല എന്നുള്ള രീതിയിലേക്ക് മലയാളിയുടെ ഒരു ബോധം മാറിയല്ലോ. അത്തരത്തിലുള്ള മാറ്റം വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തൊട്ട് താഴെ ഈ ബ്ലേഡ് വെച്ച് മരം മുറിക്കുന്ന ഒരു ബ്ലേഡ് ഉണ്ടല്ലോ, അവിടെ ഇരിക്കാൻ വയ്യ.
ഭയങ്കര ശബ്ദം, തൊട്ട് താഴെ നിന്ന് എന്തോ റബ്ബർ വീഴുന്ന സമയമാണല്ലോ ഇത്, മൊത്തം റബ്ബറുകളും വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ മുറിച്ചു മാറ്റുകയാണ്. ഞാൻ അങ്ങോട്ട് അടച്ചെന്ന് ചോദിച്ചു, എന്തുവാ എന്ന് ചോദിച്ചു. അങ്ങനെ ഉടനെ പറയണം, അണ്ണാ ഇപ്പൊ നിർത്താം. അവനും ബോധ്യപ്പെട്ട് കഴിഞ്ഞു ഇതെന്തോ പ്രശ്നമാണ്. അങ്ങനെ ഒരു അവബോധം ഉണ്ടാവുന്നുണ്ട്, അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. നമ്മൾ അതിനകത്തൊരു ഒരു സമുദ്രത്തിലെ ഒരു തുള്ളിയായിട്ടെങ്കിലും നമുക്ക് അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഒരു സന്തോഷം. എസൻസ് അത് വളരെ കാര്യമായിട്ട് എടുത്തിട്ടുണ്ട്. അതിന് അനുകൂലമായിട്ടുള്ള ഒരുപാട് റിസൾട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ പല അമ്പലങ്ങളിലും ഈ കോളാമ്പി എന്ന് പറയുന്ന സാധനം പല അമ്പലങ്ങളിലും ഇല്ല ഇപ്പൊ. അപ്പൊ ചിലര് എന്തായാലും കെട്ടിപ്പോയെന്ന് പറഞ്ഞ് ഇനി ഇങ്ങനെ വെക്കണോ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഫിറ്റ് ചെയ്തിരിക്കുകയാണ് കോളാമ്പി. കോളാമ്പി അങ്ങ് സിമെന്റ് ചെയ്തങ്ങ് വെച്ചിരിക്കുകയാണ്. അതൊക്കെ അഴിച്ചതുണ്ട്. അത് ഞാൻ പറഞ്ഞു, അതിനകത്ത് ഓഫ് ചെയ്യാനുള്ള സാധനം നിന്റെ ഇല്ലേ, എന്തിനാ അങ്ങോട്ട് വെക്കുന്നത്? ഒരുപാട് മാറ്റമുണ്ട്. ഇപ്പോഴത്തെ ഉത്സവങ്ങളൊക്കെ നോക്കൂ, കൊല്ലം ജില്ലയിലെ ഉത്സവങ്ങൾ വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുമ്പോൾ അങ്ങ് മറിച്ചു എല്ലാം മാറിയെന്നല്ല, ചെറിയ മാറ്റങ്ങളുണ്ട്. 10 മണി കഴിഞ്ഞ് പരിപാടിയില്ല. നോക്കൂ, 10 മണി കഴിഞ്ഞ് പാടിക്കൊണ്ടിരുന്ന പെൺകുട്ടിയുടെ പോലീസ് വന്നപ്പോഴുള്ള ഭാവം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇറങ്ങി. ആളുകൾക്ക് മനസ്സിലായി വരും ഓരോ ദിവസം കഴിയുമ്പോൾ ഇതെന്തോ കുഴപ്പമുള്ള കാര്യമാണ്, ഇത് മാറ്റണം. ഇതിങ്ങനെ നമ്മൾ വളരെ ലെജിറ്റിമേറ്റ് ആണ്, നമ്മൾ പറയുന്ന കാര്യം ശരിയാണ്, ശാസ്ത്രീയമായി ശരിയാണ്, ധാർമ്മികമായി ശരിയാണ്, രാഷ്ട്രീയപരമായി ശരിയാണ്, രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടതാണ്, ആരോഗ്യപരമായി ശരിയാണ്. നമ്മളത് സ്ട്രെസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവും. അങ്ങനെ മാറ്റം ഉണ്ടാകുന്നുണ്ട്. താങ്കളുടെ ചോദ്യം, ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ ഈ ദേഹം മുഴുവൻ ചൊറി പിടിച്ച ഒരാളെ കുറേ സാധനങ്ങളൊക്കെ അടർന്നു പോയാലുണ്ടാകുന്ന, പക്ഷേ പോസിറ്റീവ് ട്രെൻഡാണ്. ഭരണകൂടം, പ്രത്യേകിച്ച് ഞാൻ മുഖ്യമന്ത്രിയുടെ കാര്യമൊക്കെ പറഞ്ഞ് ശരിയായ കാര്യം ആര് പറഞ്ഞാലും നമ്മളത് അംഗീകരിക്കും. അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നു. അതേപോലെയുള്ള ആളുകൾ പറയുമ്പോൾ ഇതിന് കൂടുതൽ ഓക്കെ.